കണ്ണൂർ വിഷൻ സക്സസ് സ്റ്റോറിയിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് ഹൃദ്യമായ സ്വാഗതം. സക്സസ് സ്റ്റോറി ടീം എന്നുള്ളത് പുഴയിലാണ്, വളപട്ടണം പുഴ. നമുക്കറിയാം, കർണാടക മലനിരകളിൽ നിന്ന് ഉത്ഭവിച്ച് അറബിക്കടലിൽ സമാപിക്കുന്ന 77 കിലോമീറ്റർ ദൈർഘ്യമുള്ള വളപട്ടണം പുഴയിലൂടെ ഒരു സഞ്ചാരമാണ് സക്സസ് സ്റ്റോറി ഇന്ന് നടത്തുന്നത്. എന്തിനാണെന്നറിയുമോ? ചൈനയിൽ നിന്നുള്ള ഒരു മാതൃക ഇന്ത്യയിൽ ആദ്യമായി പകർത്തിയ ഒരു സംവിധാനത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിലാണ് ഞങ്ങൾ വളപട്ടണം പുഴയിൽ എത്തി നിൽക്കുന്നത്. നമ്മൾ ഈ ഡ്രാഗൺ ബോട്ട് എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. നമ്മുടെ മലയാളികളെ സഞ്ചാരം പഠിപ്പിച്ച, ലോകത്തെ സഞ്ചാര ഭൂപടത്തിൽ നമ്മളെ കൊണ്ട് ചെന്നെത്തിച്ച സന്തോഷ് ജോർജ് കുളങ്ങര, അദ്ദേഹം സഫാരിയിൽ അദ്ദേഹത്തിൻ്റെ യാത്രാ അനുഭവങ്ങളിൽ ഒരു ദിവസം ചൈനയിലെ ഒരു തടാകത്തിലൂടെ സഞ്ചരിക്കുന്ന ഒരു ഡ്രാഗൺ ബോട്ടിനെ കുറിച്ച് വിശദീകരിക്കുകയുണ്ടായി. അതിൽ സഞ്ചരിച്ചുകൊണ്ട് അതിൻ്റെ ഭംഗിയും അതിൻ്റെ യാത്രാ അനുഭവങ്ങളും പങ്കുവെക്കുകയുണ്ടായി. ഇത് കണ്ട് ഇങ്ങ് കേരളത്തിൻ്റെ വടക്കേ അറ്റത്ത് മലബാറിൽ ഒരു സംരംഭകൻ ഒരു ഡ്രാഗൺ ബോട്ട് ആണെങ്കിൽ ഡ്രാഗൺ ക്രൂയിസ് രൂപകൽപ്പന ചെയ്യുന്നു, അത് നീറ്റിലിറക്കുന്നു. അതൊരു ചരിത്ര സംഭവം തന്നെയാണ്. ഇന്ത്യയിൽ ആദ്യമായി ഒരു ഡ്രാഗൺ ബോട്ട് വരുന്നു. ഈ 4 പേര് സഞ്ചരിക്കുന്ന ഒരു സ്പീഡ് ബോട്ടിൽ ജീവിതം തുടങ്ങി വേണമെങ്കിൽ 400 പേർക്ക് വരെ കയറാവുന്ന ഒരു ഡ്രാഗൺ ബോട്ട് വളപട്ടണം പുഴയിലിറക്കി സഞ്ചാരികളെ ആകർഷിക്കുന്ന ഒരു സംരംഭകൻ മറ്റാരുമല്ല. അദ്ദേഹത്തിൻ്റെ പേര് KV വിജു എന്നാണ്. പഞ്ചമം ഡ്രാഗൺ ബോട്ട്. നിങ്ങൾക്ക് വളപട്ടണം പുഴയിലൂടെ ഇങ്ങനെ അതിഗാംഭീര്യത്തോടെ സഞ്ചരിക്കുന്ന പഞ്ചമം ഡ്രാഗൺ ബോട്ട് നിങ്ങൾക്ക് കാണാം. VK വിജുവിനെ നമുക്ക് പരിചയപ്പെടണം. 3 പതിറ്റാണ്ട് കാലം KV വിജു ഏതാണ്ട് 3 പതിറ്റാണ്ട് കാലം ഈ രംഗത്ത് സക്രിയ സാന്നിധ്യമാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെയും ഈ ഹൗസ് ബോട്ടുകളുടെയും സ്പീഡ് ബോട്ടുകളുടെയൊക്കെ അതിൻ്റെയൊക്കെ ഒരു സഞ്ചാര പദത്തിലൂടെയും നമുക്കൊന്ന് യാത്ര ചെയ്യാം. ആദ്യം നമുക്ക് വിജുവിനെ സക്സസ് സ്റ്റോറിയിലേക്ക് സ്വാഗതം ചെയ്യാം. വിജു, സക്സസ് സ്റ്റോറിയിലേക്ക് ഏറെ ഹൃദ്യമായ സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷമൊക്കെ? ഞങ്ങൾ ഈ ഡ്രാഗൺ ബോട്ട് എന്നെല്ലാം കേൾക്കുമ്പോൾ നമ്മളെപ്പോഴും അത് വിദേശങ്ങളിൽ കണ്ട ഒരു കാഴ്ചയാണ്. ഞങ്ങൾ ഈ അടുത്ത കാലത്തുള്ള അന്വേഷണത്തിലാണ് ഏതാണ്ട് 1 കോടിയിലേറെ രൂപ മുടക്കി നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരു ഡ്രാഗൺ ബോട്ട് നമ്മുടെ വളപട്ടണം പുഴയിൽ ഇറക്കിയിരിക്കുന്നു. അത് ആവേശത്തോടെ സഞ്ചാരികൾ യാത്ര ചെയ്യുന്നു എന്നൊക്കെ അറിയുന്നത് വലിയ അനുഭവമാണ്. അങ്ങനെയാണ് നിങ്ങളെ തേടി, വിജുവിനെ തേടി ഞങ്ങൾ എത്തുന്നത്. എവിടെയാണ് വിജു ജനിച്ചത്? അച്ഛൻ എക്സ് മിലിറ്ററിയാ. എന്താണ് പേര്? രാഘവൻ. എവിടെയാണ് വീട്? വീട് വട്ടപ്പൊയിൽ എന്ന സ്ഥലത്താണ്. ഇവിടെ ഏച്ചൂരിനടുത്താണ്. അമ്മ ഇവിടെ പറശ്ശിനിക്കട തന്നെ. നിങ്ങൾ ജനിച്ചത് എവിടെയാണ്? ഞാൻ ആക്ച്വലി ജനിച്ചത് നാഗപ്പൂർ എന്ന സ്ഥലത്താണ്. ജനനം മിലിറ്ററിയാ. നിങ്ങൾ എത്ര മക്കളാണ്? ഞങ്ങൾ 3 പേര്. ബാക്കിയുള്ളവരൊക്കെ? ഒന്ന് ജ്യേഷ്ഠനാണ്, അദ്ദേഹം ഇപ്പം ഖത്തറിലുള്ളത്. അദ്ദേഹത്തിന്റെ പേര് അനിൽകുമാർ. പിന്നെ ഒരു അനുജത്തിയാണ് ബിന്ദു, അവരിവിടെ തന്നെ ഉള്ളത്. 3 പേരാണ്. നിങ്ങൾ ഈ വിദ്യാഭ്യാസമൊക്കെ എവിടെയായിരുന്നു? ഞാൻ പഠിച്ച കംപ്ലീറ്റ് ഇവിടെ തന്നെയാണ്. ഏതാ സ്കൂള്? ഇവിടെ പറശ്ശിനിക്കട സ്കൂൾ തന്നെയാണ് പഠിച്ചത്. അത് കഴിഞ്ഞിട്ടാകുമ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞിട്ടാകുമ്പോൾ സർസൈ കോളേജിലാണ് പി ഡിഗ്രി പണ്ട് പഴയ PDC അത് കഴിഞ്ഞിട്ടാകുമ്പോൾ ITI കണ്ണൂർ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ITI. അത് കഴിഞ്ഞ് കുറേ കാലം ഞാൻ ബാംഗ്ലൂർ ഉണ്ടായിരുന്നു. ADL എയറോനോട്ടിക്കൽ ഡെവലപ്മെൻറ്റ് ഏജൻസി കുറച്ച് കാലം അവിടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് തിരിച്ചിട്ട് ഞങ്ങളിവിടെ ഈ 1994 ഇങ്ങോട്ട് വന്നതിന് ശേഷമാണ് ഈ ബോട്ടിംഗ് മേഖലയിലേക്ക് ഇറങ്ങുന്നത്. വിദ്യാഭ്യാസ കാലമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എന്തൊക്കെയാണ് ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്ന ആ സമയത്ത്? സ്പോർട്സ് ആണ് മെയിനായിട്ടുള്ള പരിപാടി. സ്പോർട്സ് കേരളം തന്നെ. കാരണം അന്ന് സർസൈ കോളേജിൻ്റെ എല്ലാം പിന്നെ ആ കാലഘട്ടത്തിൽ ക്രിക്കറ്റ് ടീമിലുണ്ടായതാണ്, ഫുട്ബോൾ ടീമിലുണ്ടായതാണ്. അങ്ങനെ ITIയിലും ഫുട്ബോൾ ടീമിലുണ്ടായതാണ്. സാധാരണ ഈ ITIയും ഇത്രയൊക്കെ ആ കാലഘട്ടത്തിൽ കഴിഞ്ഞാൽ പെട്ടെന്ന് സർക്കാർ സർവീസിലോ അല്ലെങ്കിൽ ഒരു ജോലിയിലേക്കുള്ള ആളുകൾ പ്രവേശിക്കുക. ശരിക്കും പറയാൻ സർക്കാർ സർവീസ് തന്നെ കിട്ടുകയാണ്. അതായത് നമ്മളെ വാട്ടർ ട്രാൻസ്പോർട്ടിൽ ഈ ലസ്കറിലെ ലൈസൻസിലില്ലേക്ക് വിളിച്ചിരുന്നു. അപ്പോൾ അത് ഇവിടുത്തെ ഒരു വാച്ച്മാൻ നമ്മളത് പോസ്റ്റ്മാൻ
അദ്ദേഹം ചെയ്ത പണിയത്. ആ ഓർഡർ കൊണ്ടുപോയിട്ട് ഇദ്ദേഹം എന്തോ ചെറിയൊരു ഡിപ്രഷൻ വന്നതിന് ശേഷം അന്നത്തെ ഒരുപാട് സംഭവങ്ങൾ ഇയാൾ ഡെലിവറി ആയാണ്ട് കൊണ്ടുപോയിട്ട് നമ്മളെ ജോലി കിട്ടിയ ഉത്തരവ് നിങ്ങൾക്ക് ഡെലിവറി ചെയ്തില്ല? ഇല്ല, അങ്ങനെ ആ ജോലിക്ക് ഇന്റർവ്യൂ കാർഡിന്റെ കയറാൻ പറ്റിയില്ല. അതിലൊരു ദുരഭിമാനം അതാണ്ട് അനുഭവമായിട്ടാണ് വരുന്നത് ഇപ്പൊ. അല്ല, ഒരു ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു അതൊരു നല്ലതാണെന്ന് തോന്നുന്നു എനിക്ക് അങ്ങനെ സംഭവിച്ചത്. സ്കൂൾ കാലഘട്ടത്തിലൊക്കെ എന്തിനോടായിരുന്നു? സ്പോർട്സിനോടായിരുന്നു താല്പര്യം? ജീവിതത്തിൽ ആ കാലഘട്ടത്തിലൊക്കെ എന്താകണം എന്നാണ് ആഗ്രഹിച്ചിരുന്നത്? അങ്ങനെയൊന്നുമില്ല. അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഒരു എയിമൊന്നും ഉണ്ടായിട്ടില്ല. ബിസിനസ്സാണ് ആദ്യമേ മനസ്സിൽ. പണ്ട് ചെറുപ്പകാലത്ത് ഞങ്ങൾ ഈ പറശ്ശിനിക്കട വേണ്ടി ബിസിനസ് കണ്ട് വളർന്നവരാ. ഇവിടെ എല്ലാം ബിസിനസ്സാറല്ലേ. അമ്പലത്തിന് തൊട്ടപ്പുറമാണ് എൻ്റെ വീട്, തറവാട്, ഞങ്ങളിവിടെ താമസിച്ചത്. അപ്പോൾ ഈ ബിസിനസ് കണ്ടു. അന്ന് പിന്നെ മാമന് ഒരു ലോട്ടറി കടയിലുണ്ട്, പിന്നെ ഒരു ഫാൻസി കടയുണ്ട്, പിന്നെ മുകളിലൊരു സ്റ്റേഷനറി കടയുണ്ട്. അപ്പോൾ അവിടെ ഞങ്ങൾ പോയിട്ട് സഹായിക്കും. അപ്പം അന്നേരം ക്രേസി ബിസിനസ്സിലായിരുന്നു കൂടുതൽ താല്പര്യം. അങ്ങനെ ബിസിനസ്സിലൂടെയുള്ള ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു. അങ്ങനെ സർക്കാർ ജോലി കിട്ടാത്തതിൽ അങ്ങനെ വിഷമമൊന്നുമില്ല. അപ്പോൾ നല്ല നിലയ്ക്ക് തന്നെ ആ കാലഘട്ടം വിദ്യാഭ്യാസ. പിന്നെ ഒരു 6-7 മാസം ഇതേ സ്കീമിൽ തന്നെ ലസ്കർ ലൈസൻസ് വെച്ചിട്ട് ഞങ്ങൾ പിന്നെ അവിടെ പയ്യന്നൂരിൽ വാട്ടർ ട്രാൻസ്പോർട്ടിൽ ജോലി ചെയ്തിരുന്നു ലസ്കറായിട്ട്. അപ്പോൾ ആ ഒരു അനുഭവം ഉണ്ട് ഇതിനകത്ത് ഈ ബോട്ട് മേഖലയ്ക്ക് കയറാൻ വേണ്ടിയിട്ടില്ലേ. അതുകൊണ്ടാണ് ജലഗതാഗതത്തിൽ കൂടുതൽ താല്പര്യം വന്നത്. മറ്റു മേഖലകളേക്കാൾ കൂടുതൽ ജലഗതാഗതം ഇഷ്ടപ്പെട്ടു. ആദ്യമായിട്ട് എപ്പോഴാണ് ഈ ഒരു ജലഗതാഗതം അല്ലെങ്കിൽ ബോട്ട് അല്ലെങ്കിൽ സ്പീഡ് ബോട്ട് എന്നീ നിലക്കുള്ള ഒരു ചിന്തയിലേക്ക് വന്നത് എപ്പോഴാണ്? പഠനം കഴിഞ്ഞ് അന്നേരം ഈ ഒരു മാനസികമായിട്ട് ഇതുണ്ടായിരുന്നു. കാരണം ഇവിടെ ഇങ്ങനെ തുടങ്ങിയാലോ ഉണ്ട്. പക്ഷെ അന്നേരം നമ്മളെ ഈ സാമ്പത്തിക കപ്പാസിറ്റിന് വേണമല്ല. പിന്നെ ഇതിൻ്റെ പ്രോപ്പർ ചാനൽ പ്രകാരം എങ്ങനെ മൂവ് ചെയ്യണമെന്ന് അറിയില്ല. കാരണം ഒരു ഗൈഡ് ലൈൻ തരാൻ വേണ്ടി ആളില്ല ഇതിന്. ഇവിടെ ഈ പറശ്ശിനിക്കടവ് പണ്ട് വെച്ചാൽ ഒരു 10, 30, 40 ബോട്ടോടി സ്ഥലമാണ്. ഏത് ഈ വളവട്ടം പാലം വരുന്നതിന് മുന്നേ. അങ്ങനെ ഹിസ്റ്ററി അല്ല. ഒരു ഏറ്റവും ലാസ്റ്റ് ബോട്ട് ഞങ്ങളെ ഒരു 84-80 ലാസ്റ്റ് ബോട്ടിന് റിലീസായത്, ഒരു ചന്ദ്രശേഖരൻ ബോട്ട്. അതിന് മെമ്മറി ഉണ്ട് ഞങ്ങളെ. അല്ല, ഈ വളപട്ടണം പാലം വരുന്നതിന് മുമ്പ് ഏതൊക്കെ ഭാഗത്തേക്കാണ് ഇവിടുന്ന് വളപട്ടണം പാലത്തേക്ക് അങ്ങോട്ട്, പിന്നെ മാട്ടൂലേക്ക്, പിന്നെ ഇവിടുന്ന് ഇരിക്കൂർ ഭാഗത്തേക്ക്, അങ്ങനെ ലോട്ട് ഓഫ് സ്ഥലത്തുണ്ട് ഇവിടെ കംപ്ലീറ്റ്. 40ഓളം പറശ്ശിനിക്കടവിൽ. അത് നിങ്ങൾക്ക് പഴമക്കാരോട് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും കൃത്യമായിട്ട്. ജലഗതാഗത ഓൺലി പ്രൈവറ്റ് കംപ്ലീറ്റ്, സർക്കാർ ഉണ്ടായിട്ടില്ല. 40 ബോട്ടുകളൊന്നും സർവീസ് നടത്തി. ഏകദേശം അത്രയും ഹ്യൂജ് ആൾക്കാരും വരുന്നു അന്നേരം. പല ഭാഗത്തേക്ക് ഈ പ്രസിദ്ധമായ അമ്പലത്തിലേക്ക് വരുന്ന ആൾക്കാരല്ലേ പറശ്ശിനിക്കടവിലേക്ക് വരുന്നില്ലേ. അങ്ങനെ ആ ഒരു ഓർമ്മ മനസ്സിലുണ്ട്. മാതാപിതാക്കളൊക്കെ അതിനകത്ത് സഞ്ചരിച്ചിട്ടുണ്ട്. സഹോദരങ്ങൾ, നിങ്ങളുടെ മൂത്ത ആളാണോ സഹോദരങ്ങളൊക്കെ ഉള്ളത്? അവര് സഞ്ചരിച്ചതിന്റെ ഓർമ്മ തോന്നുന്നുണ്ട്. കാരണം വളരെ ചെറുപ്പകാലമായതുകൊണ്ട് അങ്ങനെ ആദ്യമായിട്ട് ഈ മേഖലയിൽ ജോലിക്ക് കയറുകയാണോ, സ്വന്തമായിട്ട് എന്തെങ്കിലും തുടങ്ങുകയാണോ? സ്വന്തമായി തുടങ്ങിയതിന് ശേഷമാണ് ജോലി കയറിയത്. അതായത് 91-ലാണ് തോന്നുന്നുണ്ട്, 97-ലാണ് ഇവിടെ ഔപചാരികമായിട്ട് ഈ വാട്ടർ ട്രാൻസ്പോർട്ടിന്റെ ബോട്ട് ഉദ്ഘാടനം കഴിച്ചത്. 91-ലാന്ന് തോന്നുന്നു, എനിക്കത് മെമ്മറി 91 സംശയമുണ്ട്. ആ സമയത്ത് ഒരു വാട്ടർ ട്രാൻസ്പോർട്ടിലെ ഒരു ജീവനക്കാരുണ്ട്, ഒരു ബോട്ട് മാസ്റ്ററിനെ. അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ലൈസൻസ് ആക്കണം. ലൈസൻസ് ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പ്രയോറിറ്റി കിട്ടും ബോട്ട് കയറാനും പിന്നെ ബോട്ട് എടുക്കാനെല്ലാം. അന്ന് ഞങ്ങൾക്ക് ഇതിൻ്റെ ലൈസൻസ് വേണമെന്ന് അറിയില്ലല്ലോ. ഒരു ബോട്ട് ഓടിക്കാൻ വെച്ചാൽ ചുമ്മാ അങ്ങ് വലിച്ച് ഓടിക്കൽ തന്നെ. ലൈസൻസ് എടുക്കാനുള്ള പണിയാണെന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ CIB, ഈ ചീഫ് ഇൻസ്പെക്ടർ ബോർഡ് സെൻറ്റർ എറണാകുളത്താണ് ഇതിൻ്റെ ആസ്ഥാനം, 91-ൽ. അന്ന് ഞങ്ങൾ പോയിട്ട് ലൈസൻസ് ആക്കി കൊച്ചിയിലേക്ക് വണ്ടി. അവിടെ പിന്നെ ചോദിച്ചു എങ്ങനെയാണ് ഇതിൻ്റെ എക്സ്പീരിയൻസ് വേണം, നിങ്ങൾക്ക് എന്താ എക്സ്പീരിയൻസ് ചോദിച്ചു. അപ്പോൾ ഞങ്ങളിവിടെ കടത്തുണ്ട്, ഇവിടെ ഈ പാലം വന്നിട്ടില്ല. അപ്പോൾ ഈ കടത്ത് ഞങ്ങൾ ഈ വള്ളം തുഴഞ്ഞു കൊണ്ടുപോകും. വള്ളത്തിലിങ്ങനെ തുഴഞ്ഞ് ഈ ഇങ്ങനെ തുഴഞ്ഞിട്ട് റോയിങ് ആണ്. അല്ല, അത് അങ്ങനെയല്ല, കടത്തുകാരനല്ല. അവര് ചെയ്യുമ്പോൾ നമുക്ക് ഈ ചെറുപ്രായല്ലേ, അപ്പോൾ നമുക്കിത് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി തുഴയാൻ വേണ്ടി. കാരണം ഇതെങ്ങനെ കിട്ടാം, അപ്പോൾ ഇവർ തരില്ല, എന്നിട്ട് ചാടി പിടിച്ച് വാങ്ങും. അപ്പൊ കടത്തുകാരന്റെ റോളിൽ ബലപ്രയോഗത്തിലൂടെ ആണെങ്കിലും ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇത് അക്കരയ്ക്ക് ഞങ്ങൾ പോകും, അതും തിരിച്ചിട്ട് ഇങ്ങോട്ടും വരും. അപ്പോൾ അതാണ് നമ്മളെ ഒരു ഇതിൻ്റെ അകത്തിലെ അനുഭവം. അതാണ് പ്രൈമറി. എന്നിട്ട് ഈ കൊച്ചി പോയിട്ട് ഇതിന്റെ ലൈസൻസിനുള്ള പ്രൈമറി കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു അന്ന്? പിന്നെ ഈ ലസ്കർ ലൈസൻസ് കിട്ടാൻ വേണ്ടി ആദ്യം അറിയേണ്ടത് ലസ്കർ എന്ന് വെച്ചാൽ ഈ ബോട്ടിന്റെ ക്ലീനർ പോസ്റ്റിംഗ് ആണ്.
ബോട്ടിലെ ക്ലീനർ. ലെസ്കർ എന്നെല്ലാം പറഞ്ഞാൽ സാധാരണക്കാരൻ വിചാരിക്കും എന്താന്ന് പിടി കിട്ടൂല്ലോ. അപ്പോൾ ബസ്സിലെ ക്ലീനർ പോലെ ബോട്ടിലെ ക്ലീനർ പോസ്റ്റ്, അതിന് ലൈസൻസ് വേണം. അതിന് എന്തൊക്കെയാ പരിശീലനം വേണ്ടത്? നീന്തലാണ് മസ്റ്റ്. നീന്തൽ അറിയണം, പിന്നെ 10ാം ക്ലാസ് പാസ്സാവണം. ഇത് രണ്ടാമത് 10ാം ക്ലാസ് പാസ്സാവണം, നീന്തൽ അറിയണം. എന്നിട്ട് അപേക്ഷ എവിടെ കൊടുക്കണം? ഈ അന്ന് ഞാൻ കൊടുത്തത് സംഭവം CIB. എന്താണ് CIB? അതായത് ചീഫ് ഇൻസ്പെക്ടർ ഓഫ് ബോട്ട്സ്. അത് കൊച്ചിയിലാണ് അതിന്റെ ആസ്ഥാനം. അപ്പോൾ 10ാം ക്ലാസ്സും നീന്തൽ പരിശീലനവും കൈമുതലാക്കിക്കൊണ്ട്, അന്ന് ITI ഉണ്ട്, നിങ്ങൾക്ക് ഉണ്ട്, പക്ഷെ എന്നാലും ഇത് മതി. ഇതും എടുത്ത് കൊച്ചി പോകുന്നു, ഈ ക്ലീനർ പോസ്റ്റിലേക്കുള്ള ടെസ്റ്റ് പാസ്സാവുന്നു, ടെസ്റ്റ് നടത്തുന്നു. ഫീസ് എനിക്ക് തോന്നുന്നു ചെറിയ പൈസ ഫീസ്. അവിടെ എന്താണ് ടെസ്റ്റ്? അത് ഞങ്ങൾ ഒരുപാട് പേരുണ്ട് ആൾക്കാർ അപ്ലൈ ചെയ്ത്. ഇവിടുന്ന് അന്നേരം ഞാൻ 2-3 പേരെ ഉണ്ടായിട്ടുള്ളൂ അന്നേരം. എനിക്ക് ഞാൻ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പോയതാ. പിന്നെ അവിടുന്ന് ഒത്തിരി പേരുണ്ട്. എവിടെ ഈ അത് അവർ വന്ന് ഞങ്ങൾ അപേക്ഷ കൊടുത്ത് അവിടുന്ന് അവർ സ്വീകരിച്ച് പിന്നീട് പരീക്ഷണ സമയത്ത് അവർ വിളിക്കും. ഞങ്ങൾ അന്നേരം പോകും. എഴുത്ത് പരീക്ഷ ഉണ്ട്, ഈ സ്വിമ്മിങ് നീന്തലും ഉണ്ട്, പ്രാക്ടിക്കൽ. അത് നമ്മളെ ഇതില്ലേ ബോൾഗാട്ടി പാലസിന്റെ ആ പരിസര സംഭവം. അപ്പൊ നീന്ത അറിയാത്തവർ ഇറങ്ങണ്ടെന്ന് പ്രത്യേകം പറയും. ഇല്ല ബുദ്ധിമുട്ട്. അത് ചില ആൾക്കാർ നീന്ത അറിയാത്ത ആൾക്കാരുണ്ടോ, അപ്പൊ അവരും ഈ ഇൻട്രസ്റ്റിൽ എടുക്കാൻ വേണ്ടി വരും, ലൈസൻസ് എടുക്കാൻ വേണ്ടി വരും. പിന്മാറും. ഞങ്ങൾ കൊച്ചിക്കായലിൽ. അല്ല സാർ, അത് വേറെ രസമുണ്ട്. ഈ 2018 മഹാപ്രളയത്തിന് ഈ പറശ്ശിനിക്കടന്ന് സ്പീഡ് ബോട്ടും കൊണ്ട് ഞങ്ങൾ ആലപ്പുഴ പോയിട്ട് എത്ര ജനങ്ങൾ രക്ഷിച്ചാന്നറിയാം. ആ കഥ പറയണം നമുക്ക്. ഇവര് പറഞ്ഞു നിർത്തിയപ്പോ പ്രളയകാലത്ത് ഇവിടുന്ന് പോയ ഒരു കഥ ജസ്റ്റ് ഒന്ന് കേൾക്കണം. കാരണം ഇടക്ക് പ്രളയം മനുഷ്യരെ ഓർമ്മിപ്പിക്കുന്നത് നല്ലതാണ്. എന്തായാലും ബിജുവിനോട് ആ ഒരു ചെറിയ ഓർമ്മകളിലേക്ക് ഒന്ന് പോകാം. എങ്ങനെയായിരുന്നു പ്രളയകാലത്തുള്ള ആ യാത്ര? എങ്ങോട്ടായിരുന്നു പോയത്? ഇത് ഈ പ്രളയ സമയത്ത് TV-യിൽ ഇതിൽ മൊത്തം ഞങ്ങൾ കാണുന്നു. അപ്പോൾ ഞങ്ങളും ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നില്ലേ, അപ്പോൾ ഇത് കാണുമ്പോൾ നമുക്കും എങ്ങനെ ഇത് പങ്കെടുക്കണമെന്നൊരു ആഗ്രഹം, ഈ ആളുകളെ ഒന്ന് രക്ഷപ്പെടുത്താൻ പറ്റുമോ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പം അന്ന് CPM-ന്റെ ജില്ലാ സെക്രട്ടറി P. ജയരാജനാണ്. അദ്ദേഹം പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം ബിജു, അങ്ങനെയാണെങ്കിൽ ഈ ബോട്ട് ഇപ്പോൾ സ്പീഡ് ബോട്ടോടെ ആവശ്യമുണ്ടെന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ നിങ്ങളങ്ങ് ഒന്നവിടെ കൊണ്ടുപോയാൽ വലിയ ഉപകാരമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 2 സ്പീഡ് ബോട്ടും പിന്നെ ഒരു 6 പേരും പിന്നെ ലൈഫ് ഗാർഡുമാരുണ്ട് DTPCൻ്റെ കീഴിലെ, അവർ 10-15 പേരുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങളൊരു 18 പേരാണ് കൊണ്ട് ഒരു സെറ്റായിട്ട് ഞങ്ങളിങ്ങ് ഒരു രാത്രി ഇവിടുന്ന്. എങ്ങനെ ഈ ബോട്ടിലേക്ക്? 2 ബോട്ട് ഇവിടെ പിന്നെ ലോറി വന്നിട്ട് ലോറിയിൽ നിന്ന് കയറ്റിയിട്ട് ഞങ്ങൾ കൊണ്ടുപോയി. മാത്രമല്ല പോകുമ്പോൾ ഒരുപാട് 1 ലോഡ് ഫുള്ളായിട്ട് ഭക്ഷണ സാധനങ്ങളും ഇത് എന്തൊക്കെയോ സാധനങ്ങൾ കൊണ്ടുപോയി മൊത്തമായിട്ട് DTPC തന്നത്. അത് അങ്ങനെ അവിടെ പോയി രക്ഷാപ്രവർത്തനം നടത്തി. ഞങ്ങൾ ആദ്യം പോയത് ആദ്യം പോയത് ഞങ്ങൾ എറണാകുളത്ത് പറവൂർ എന്നാണ് സ്ഥലത്താണ്. അപ്പോൾ അവിടെ പോകുമ്പോൾ ഏകദേശം ഞങ്ങൾ ബോട്ട് ഇറക്കാൻ പോകുമ്പോഴേക്ക് ബോട്ട് ഏകദേശം അവിടെ വെള്ളം ഏകദേശം ക്ലിയർ ആയി. അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഞങ്ങൾ നിങ്ങളുടെ സേവനം ആലപ്പുഴ ചെങ്ങന്നൂർ ഭാഗത്താണ് ഏറ്റവും ഭയങ്കര പ്രശ്നമായി കിടക്കുന്നത്. അപ്പോൾ അതാണ് പറഞ്ഞു. അപ്പോൾ ഞങ്ങളങ്ങനെ ആ കുട്ടനാട് മേഖലയിലേക്ക് വിട്ടു. അവിടെ എത്തി. അവിടെ ഒരു വൈകുന്നേരം ഏകദേശം എത്താറായി. വൈകുന്നേരമല്ല, ഇവിടുന്ന് ഉച്ചയ്ക്ക് അവിടെ ഞങ്ങൾ എറണാകുളത്തി അവിടെ തന്നെ വിട്ടു. അപ്പോൾ വൈകുന്നേരം അവിടെ എത്തി. അവിടുന്ന് ബോട്ടിൽ ഇറക്കി ശേഷം നേരത്തെ പുളിങ്കുന്ന് ചങ്ങനാശ്ശേരി ഭാഗത്തേക്ക് ഞങ്ങൾ പോയി. അപ്പോൾ ഞങ്ങൾ പോകുമ്പോൾ ഈ വീടുകളെല്ലാം ഇങ്ങനെ അവിടെ വെള്ളം ഇറങ്ങാത്ത സ്ഥലമാണ് കംപ്ലീറ്റ്. എല്ലാം വീട്ടിൻ്റെ മുകളിലാണ് കംപ്ലീറ്റ് വെള്ളം കിടക്കുന്നത്. അത്രയും ഭീകരമായ ഒരു അനുഭവ സംഭവമല്ല. എങ്ങനെ ആളുകളവിടെ ഇപ്പം താമസിക്കുന്നത്, അവിടുന്ന് ഒത്തിരി പേരെ രക്ഷിക്കാനുള്ള പ്രവർത്തനങ്ങൾ. അത് ഞങ്ങൾ പോയ നോക്കുമ്പോഴേക്ക് അവിടെ എത്തിയാൽ ഒരു വീട്ടിൻ്റെ അകത്ത് ഇവർ മാറിയിട്ടില്ല. നോക്കുമ്പോഴേക്ക് അതിൻ്റെ അകത്ത് പ്രായമുള്ളവരും സ്ത്രീകളും കുട്ടികളെല്ലാം ഇങ്ങനെ തിങ്ങി പാർക്കുന്നു. അങ്ങനെ അവിടെ പോയി ഈ വീടിൻ്റെയൊക്കെ മുകളിലുള്ള ആളുകളെല്ലാം ഒരുപാട് ഞങ്ങളെ ബോട്ട് കയറ്റി. അപ്പോൾ MC റോഡിലോട്ടാണ് ഞാൻ ഈ ബോട്ട് ഓടിച്ചത്. MC റോഡ് കംപ്ലീറ്റ് നിറഞ്ഞ് കവിഞ്ഞിരിക്കുക വെള്ളം. അതിൻ്റെ മുകളിലോട്ട് ബോട്ട് ഓടിച്ചത്. അവിടെ പോയിട്ട് ചങ്ങനാശ്ശേരി ഭാഗത്തേക്ക് നമ്മളെ ഫയർഫോഴ്സിൻ്റെ ആൾക്കാരും മറ്റേ NDR ആ ഗ്രൂപ്പില്ലേ അവരുണ്ട്. അപ്പോൾ ഞങ്ങൾ രക്ഷിച്ചവരെല്ലാം അവർക്ക് കൈമാറി. എന്നിട്ട് അവർ കൊണ്ടുപോയി അനുഭവം. അതിന് കൂടുതൽ എനിക്ക് ഇവിടെ നാട്ടിൽ വന്ന ഉടനെ ഭയങ്കര ഗംഭീരമായ സ്വീകരണം കാര്യങ്ങളും എല്ലാം വലിയ പ്രവർത്തനം പറഞ്ഞാൽ മതി. അപ്പം നിങ്ങൾ ഈ പോയി കൊച്ചി പോയി അവിടെ നീന്തി അവിടെ നിന്ന് ഈ ക്ലീനറുടെ ലൈസൻസ് എടുത്തിട്ട് തിരിച്ചുകൂടെ വരും. ക്ലീനർ വെച്ചാൽ പ്രോപ്പർ അതിന് പേരുണ്ട്, ലെസ്കർ എന്ന് തന്നെ പറയണം. ലെസ്കർ എന്ന് പറയുമ്പോൾ അത് ഇവർക്ക് പരിചയപ്പെടുത്തുമ്പോൾ ലെസ്കർ എന്ന് പറയുമ്പോൾ ശരിക്കൊരു ജീവൻ രക്ഷാ പ്രവർത്തകന്റെ റോളിലാണ് നിങ്ങൾ ഉണ്ടാകുക. അപ്പൊ ക്ലീനർ എന്ന് പറയാൻ പറ്റില്ല. അത് ക്ലീനർ അല്ല. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി അങ്ങനെ പറഞ്ഞു. അപ്പോൾ അതിനുശേഷം ഇവിടെ വന്നു. എന്നിട്ട് അതിനുശേഷം ഇവിടെ വന്നു. വീണ്ടും ഞങ്ങൾ
ബോട്ടിംഗ് മേഖലയിൽ ഈ കടത്തിലെ എക്സ്പീരിയൻസ് വെച്ച് ആദ്യമായിട്ട് എന്താണ് ഇറക്കിയത് നിങ്ങൾ? 4 പേര് ചേർക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു 4 പേർക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു ബോട്ടാണ്. ഒരു 8 HP ഈ ഔട്ട് ബോർഡ് മോട്ടർ വെച്ച് സ്പീഡ് ബോട്ട് നമ്മൾ 4 പേർക്ക് സഞ്ചരിക്കാൻ പറ്റും. നിങ്ങൾ ആരൊക്കെ ചേർന്നാണ് തുടങ്ങുന്നത്? അന്ന് ഞാനും ഒരു വേറെ 4 പേരുണ്ട്. ആരാണ് ഓർമ്മയിലുണ്ടോ? പേര് ഉണ്ട്. ചിത്രജൻ, സഹദേവൻ, സുനിൽ, ബാലകൃഷ്ണൻ എന്നൊരു ആ ഒരു അമ്പലത്തിൽ തെയ്യം കിട്ടുന്ന മറ്റേ കോലക്കാരൻ. അദ്ദേഹം നമ്മുടെ സക്സസ് സ്റ്റോറിയിൽ വന്നിട്ടുള്ളതാണ്. ഒത്തിരി ആരാധകരുള്ള ഒരാളാണ്. അപ്പോൾ ബാലകൃഷ്ണൻ ഉൾപ്പെടെ എന്ന് പറഞ്ഞാൽ പറശ്ശിനിക്കടവ് ക്ഷേത്രത്തിലെ കോലധാരി ഉൾപ്പെടെയുള്ള നിങ്ങൾ ചേർന്ന് 4 പേർ. അതെങ്ങനെ എല്ലാവരും കൂടി അന്ന് എത്ര ബഡ്ജറ്റ് ആയിട്ടുണ്ടാവും അത് ഇറക്കാൻ? ഇല്ല, അതിറക്കി. അത് എത്ര കാലം ഓടി? അത് കുറച്ച് കാലം. പിന്നെ ഞാനും വേറെ സുനിൽ എന്ന് പറഞ്ഞ ഒരുത്തിനും കൂടിയിട്ട് 2 പേര് കൂടി ഞങ്ങൾ പിന്നെ ഒരു ബോട്ട് ഒരു 6-7 ബോട്ട് ഇറക്കി. ഈ സ്പീഡ് ബോട്ട് ഒരുമിച്ച് 4 പേര് ഇരിക്കുന്നത് അല്ല 10 പേര് കയറുന്നത്. 10 പേര് കയറുന്നത് ഇറക്കി. എന്നിട്ട് അത് സക്സസ് ആയതിനു ശേഷം ഞങ്ങൾ 2 പേരും കൂടിയിട്ട് ഒരു ഹൗസ് ബോട്ട് ഇറക്കി. ഇവിടെ കണ്ണൂർ ജില്ലയിൽ ആദ്യമായിട്ടുള്ള ഹൗസ് ബോട്ട് നിങ്ങളാണ് ഇറക്കി. പ്രൈവറ്റ് മേഖല ആകാശ് സനക്ക് എന്നതിന്റെ പേര്. ആകാശ് സനക്ക്. അത് ആകാശ് എന്റെ മകന്റെ പേരും സനക്ക് അദ്ദേഹത്തിന്റെ പേരും. അങ്ങനെ ആദ്യമായിട്ട് കണ്ണൂർ ജില്ലയിൽ ഹൗസ് ബോട്ട് ഇറക്കുന്നു. അന്ന് അമിതാ കാന്താണ് പിന്നെ ഇവിടുത്തെ കളക്ടർ. അദ്ദേഹം നമ്മളെ പിടിച്ച് നമ്മളെ ആരാധിക്കുകയും അല്ലെ മറ്റേ ആദരിക്കുകയും ചെയ്യുന്നത്. അത് 6, 5 അങ്ങനെ തോന്നുന്നു. 5, 4, 5, 6 അങ്ങനെ സംശയം. അപ്പോൾ കണ്ണൂർ ജില്ല ഈ 4 പേര് ഇരിക്കുന്ന സ്പീഡ് ബോട്ട് നിങ്ങളാണ് ആദ്യം ഇറക്കിയത്? അത് നിങ്ങൾ തന്നെയാണോ? കണ്ണൂർ ജില്ലയിൽ നിങ്ങൾ തന്നെയാണ്? അതായത് ഒരു ടൂറിസം മേഖലയിൽ ആദ്യമായിട്ട് ഇറക്കിയത്. കണ്ണൂർ ജില്ലയിൽ ആദ്യമായിട്ട് 4 പേർക്ക് ഇരിക്കാവുന്ന സ്പീഡ് ബോട്ട് ഇറക്കിയത് നിങ്ങളുടെ നേതൃത്വത്തിലാണ്. രണ്ടാമത് ഈ പറയുന്ന കണ്ണൂർ ജില്ലയിൽ ആദ്യമായിട്ട് ഹൗസ് ബോട്ട് ഇറക്കിയത്. ഈ ഹൗസ് ബോട്ട് ഇറക്കിയിട്ടുള്ള ഹൗസ് ബോട്ട് എവിടെ നിന്നാണ് ഇത് നിർമ്മിച്ചത്? ഇത് സ്പീഡ് ബോട്ട് എവിടെ നിന്നാണ് ശരിക്കും? സ്പീഡ് ബോട്ട് ഞങ്ങൾ എറണാകുളത്ത് വാങ്ങിയതാണ്. ഈ ഹൗസ് ബോട്ടിന്റെ നിർമ്മാണം എങ്ങനെയാണ്? ഹൗസ് ബോട്ട് ഞങ്ങൾ പിന്നെ നിർമ്മിച്ചത് ചേർത്തല എന്ന സ്ഥലത്ത് നിന്ന് നിർമ്മിച്ചത് കൊണ്ടുവരുന്നു. അതെങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? കടലിലെ വേറെ ബോട്ട് ടഗ്ഗിയിട്ട് ഫിഷിംഗ് ബോട്ട് ടഗ്ഗിയിട്ട് വരുവേ. എത്ര പേർക്ക് ഇരിക്കാവുന്ന ഹൗസ് ബോട്ടാണ് നിർമ്മിച്ചത്? അന്നത് 20 പേർക്കാണോ സംശയമുണ്ട്. എനിക്ക് ഒരു ബെഡ്റൂമേ ഉള്ളൂ, പക്ഷെ അതിന്റെ യാത്ര ചെയ്യാൻ വേണ്ടി സ്പേസ് ഉണ്ട്. ഈ ചേർത്തലയിൽ അതിന് നിർമ്മാണ കേന്ദ്രമുണ്ട്. അവിടെ കാരണം വെച്ചാൽ ആലപ്പുഴ ഭാഗത്താണ് ഇത് കംപ്ലീറ്റ് ആൾക്കാരുള്ളത്, ഇതിന്റെ നിർമ്മാണ ആൾക്കാർ. ഇതൊക്കെ പക്ഷേ ഈ സാധനം ഞങ്ങൾ ഈ ഡ്രാഗൺ ബോട്ട് നിർമ്മിച്ചത് കംപ്ലീറ്റ് ഇവിടുന്ന് ചെയ്തു. ഇതിന്റെ ആൾക്കാരെ സംവിധാനം എല്ലാം ഇവിടെ ആക്കി. ഇവിടെ കൂടെ അത് പറയണം, അത് വിശദമായി പറയണം നമുക്ക്. അപ്പൊ ചേർത്തലേന്ന് ഹൗസ് ബോട്ട് നിർമ്മിച്ച് കടൽ മാർഗം ഇവിടെ എത്തിച്ചു. എത്ര ദിവസം എടുത്തു അന്ന് ആ കടൽ? അന്ന് 1.5 ദിവസം നിർമ്മിക്കാൻ. ഒരു 2-3 മാസം 4-5 മാസം. ആദ്യമായിട്ട് ഇവിടെ ഈ വളപട്ടണം പുഴയിൽ ഹൗസ് ബോട്ട് ആയി എത്തിയപ്പോൾ ഒരു അനുഭവം എന്താണ്? ഭയങ്കര കാരണം ആദ്യമായിട്ട് സംഭവമല്ലേ ഇത്. ഒരു ഹൗസ് ബോട്ട് നല്ല സംഭവം വെച്ചാൽ അന്നേരം ആർക്കും അറിയില്ല. ആലപ്പുഴ മാത്രം കണ്ടുവരുന്ന സംഭവമല്ലേ. നല്ല ക്യൂട്ടായ ബോട്ടാണ് അത്, നല്ല ഭംഗിയിലെ ബോട്ടാ. അപ്പോൾ അന്നേരം വലിയ മോശമില്ലാത്ത ബിസിനസ് നമുക്കന്ന് കിട്ടാൻ പറ്റും. പക്ഷെ അന്ന് പിന്നെ ഞങ്ങൾ ആ ചെയ്ത പരസ്യം പിന്നീടാണ് ഗുണം കിട്ടിയത്. ബാക്കിയില്ലേ, ഞങ്ങളെ ബോട്ട് അത് റിലീസായതിനു ശേഷമാണ് പിന്നെ അതിന്റെ ഗുണം കിട്ടിയത്. അങ്ങനെ ഹൗസ് ബോട്ട് എത്ര കാലം ആദ്യത്തെ ഹൗസ് ബോട്ട് ഓടി? അതൊരു 5 വർഷം ഓടിയും തോന്നുന്നുണ്ട്. അതിനുശേഷം അത് എന്നിട്ട് ഞങ്ങൾ വിറ്റു. ഞങ്ങൾ ഈ കുറച്ചത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അപ്പോടെ വിറ്റ്. അത് തലശ്ശേരിയിലൊരു ടീമിനെ അത് അവർ കൊണ്ടുപോയി. പൊന്നാനി ഭാഗത്ത് കൊണ്ടുപോയി. പിന്നെന്താ അറിയില്ല അതിനെ പറ്റി. ഈ ഹൗസ് ബോട്ടൊക്കെ അന്ന് നിങ്ങൾ എടുക്കുമ്പോൾ അതിന്റെ സെക്യൂരിറ്റി ആംഗിൾ എന്തൊക്കെയായിരുന്നു അന്നത്തെ കാലത്ത്? അമിതാഭ് ഗാന്ധിയുള്ള കാലത്ത് നിങ്ങൾ ഇറക്കുമ്പോൾ എന്തൊക്കെ സെക്യൂരിറ്റിയാണ് അന്ന് പ്രൊവൈഡ് ചെയ്തത്? അതേ സിസ്റ്റം തന്നെ അതിന്. സിസ്റ്റം തന്നെ. കാരണം വെച്ചാൽ അന്നും ഡ്രോയിങ് വേണം, അപ്രൂവ് ആക്കണം, എന്നിട്ട് ഇത് പാസ്സാക്കണം, അവരെ വന്ന് പരിശോധിക്കണം. പിന്നെ സേഫ്റ്റി എക്യുപ്മെൻറ്റ്സ്, ലൈഫ് സേവ് അപ്ലയൻസ്, ക്രൂ ലൈസൻസ്, ഇതെല്ലാം അന്നില്ല. അതേ ആക്ടിന് ഇപ്പോൾ ആക്ട് തന്നെയാണ്. അതിനകത്ത് കുറച്ച് സാധനം പിന്നെ മാത്രമേ. ഈ കടലാസുകളൊക്കെ എവിടുന്നാണ് റെഡി ആയിക്കൊണ്ടിരുന്നത്? ഈ CIB തന്നെ, ചീഫ് ഇൻസ്പെക്ടർ ബോർഡ്സ് ആണ്. ആലപ്പുഴ തന്നെയാണ്. അല്ല, ഇപ്പം ഇവിടെ പോർട്ട് ഓഫ് നമ്മളെ ഇത് ഇവിടെ അഴീക്കൽ പോർട്ടിലേക്കാണ് ചെയ്യേണ്ടത്. പണ്ട് ആലപ്പുഴ പോയിട്ട് വേണം ഇത് മുഴുവൻ ചെയ്യാൻ. ഇത്രയും ദൂരം സഞ്ചരിച്ച് ഇതിന്റെ അതല്ല, ഈ ഞാൻ പറഞ്ഞില്ല എറണാകുളത്താണ് ഇതിന്റെ അന്നത്തെ ആസ്ഥാനം. അവിടെ പോയിട്ട് ഈ കടലാസിൽ ഇൻസ്പെക്ടർ ബോർഡ്സ് ആണ്, അതിലാണ് അതിന്റെ ആസ്ഥാനം. പിന്നെ ഇത് പോർട്ടിലേക്ക് മാറി 2010 പോർട്ടിലേക്ക് മാറി. പിന്നെ ആലപ്പുഴ കംപ്ലീറ്റ് ഇതിന്റെ. അതിനുശേഷം പിന്നെ എത്ര ഹൗസ് ബോട്ടുകൾ ഇറക്കിയതിനു ശേഷം പിന്നെ ഞാനൊരു ബോട്ട് സ്റ്റീലിന്റെ കൊണ്ടുവന്നു. ഒരു സ്റ്റീൽ ബോഡി. അത് ഞാൻ കൈരളി റിസോർട്ടിന് ഞാൻ കൈമാറി. അത് ചേർത്തല തന്നെ നിർമ്മിച്ച് വാങ്ങിയതാണ്. അല്ല, അത് അവർ നിർമ്മിച്ച് ഞാൻ വിലക്ക് വാങ്ങി. ഈ സ്റ്റീലിന്റെ ബോട്ടും ഇതും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇത് സ്റ്റീലാണ്. അല്ല, സ്റ്റീൽ ബോഡി അല്ലാത്തതിന്റെയും. അത് മരത്തിന്റെ ബോട്ട് ഇപ്പം കുറച്ച് സേഫ്റ്റി കുറവാണ്. പക്ഷെ അന്ന് മെയിൻ്റനൻസ്
കുറവാണ് മരത്തിൻ്റെ ബോട്ട്. ഈ ഇപ്പോൾ വന്ന ബോട്ടുകൾക്ക് വെച്ചാൽ മെയിൻ്റനൻസ് കൂടുതലാണ്. ഇത് 1 ഇയർ മെയിൻ്റനൻസ് ചെയ്തില്ലെങ്കിൽ കംപ്ലീറ്റ് തുരുമ്പെടുക്കും ബോട്ട്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം. ഇപ്പോൾ ഈ ഹൗസ് ബോട്ടുകളൊക്കെ നടത്തുമ്പോൾ നമ്മുടെ ഈ തട്ടേക്കാട് ദുരന്തം പോലെ അല്ലെങ്കിൽ പൊന്നാനി ദുരന്തം പോലെ ഈ ദുരന്തങ്ങളൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ എങ്ങനെയാണ് അതിനെ മാനസികമായിട്ട്? അത് എന്തായാലും എല്ലാവർക്കും ഭയം വരില്ലേ. കാരണം വെച്ചാൽ ഓണറല്ലേ ഇതിൻ്റെ കംപ്ലീറ്റ് ഉത്തരവാദി. സ്റ്റാഫിൻ്റെ ഭാഗത്ത് സംഭവിക്കുന്നതായാലും ഓണർക്ക് ഒരു ഉത്തരവാദിത്തം കൂടുതലല്ലേ. ഇവിടെ അത്തരത്തിൽ എന്തെങ്കിലും ഒരിക്കലും എല്ലാം സേഫ് ബോട്ടുകളാണ്. കാരണം വെച്ചാൽ എല്ലാം കംഫർട്ടബിളായ ബോട്ടുകളാണ്. ഈ പലപ്പോഴും യാത്രയിൽ ആളുകൾ ജാക്കറ്റുകൾ ഉപയോഗിക്കാറില്ല എന്നുള്ള. ജാക്കറ്റ് നിർബന്ധമില്ല. അതായത് ഇവർ പറയുന്നത് സ്പീഡ് ബോട്ടുകൾക്ക് മാത്രമേ ജാക്കറ്റ് വേണ്ട തിരിച്ചു പോകുന്നതായിട്ട്. ഈ സഫാരി വളരെ ചെറിയ പോകുന്ന അനങ്ങിപ്പോൾ ഇതുപോലെ ചെറിയ ബോട്ടുകൾക്കൊന്നും അതിൻ്റെ ആവശ്യമില്ല. ഇതിപ്പം പറയുന്നത് വെച്ചാൽ നമ്മൾ കയ്യെത്തും ദൂരത്തിൽ സാധനം വേണം. മാത്രമല്ല ഇത് ഇട്ട് യാത്ര ചെയ്യൽ വലിയ പ്രശ്നങ്ങളാണ്. ഇട്ട് അങ്ങനെ നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ ഒന്ന് ഇട്ട് നോക്കാം. ഒരു 5 മിനിറ്റ് ഇടാൻ കഴിയില്ല. പിന്നെ ഇങ്ങനെ രാവിലത്തെ 15 വരെ ട്രിപ്പിന് ഇടാൻ പറ്റും. കയ്യെത്തും ദൂരത്ത് വേണം. അങ്ങനെയാണ്. അപ്പോൾ ഈ ഇത്ര വലിയ ബോട്ടുകൾക്കൊന്നും ഇത്ര വലിയ പ്രശ്നം. ഇത് വെള്ളം കയറി മുകളിൽ. കാരണം 5-8 അറകളില്ല ബോട്ടാണ്. ഓരോ അറകളിൽ വെള്ളം കയറിയാൽ ആ ഒരു അറ മാത്രമേ അവിടെ ഉണ്ടാവും. ഇപ്പോഴത്തെ ടെക്നോളജി അങ്ങനെയാണ്. അത് നമുക്ക് അതിനെക്കുറിച്ച് ഡ്രാഗൺ മാത്രമല്ല ഇപ്പോൾ ഉണ്ടാക്കുന്ന പുതിയ ബോട്ടുകൾക്കെല്ലാം സ്റ്റീൽ ബോഡികൾക്കെല്ലാം ഓരോ അറകൾ വേണം. ഓരോ കമ്പാർട്ട്മെൻറ്റാണ് ഇതിൻ്റെ അകത്ത്. ഈ ഇത്ര വലിയ ഹള്ളിൻ്റെ അകത്ത് ഇത്ര ഡിസ്റ്റൻസിൽ ഓരോ കമ്പാർട്ട്മെൻറ്റാണ്. അപ്പോൾ ആ കമ്പാർട്ട്മെൻറ്റ് നിറഞ്ഞാൽ മാത്രമേ അടുത്ത കമ്പാർട്ട്മെൻറ്റിൽ വെള്ളം വരും. അവിടെ ഡാമേജ് വന്നാൽ. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് താണു പോവില്ല. പെട്ടെന്ന് അപകടത്തിൽപ്പെടില്ല. സെക്യൂരിറ്റി കൂടി. പിന്നെ അകത്തേക്ക് വെള്ളം വരുമ്പോൾ എന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് സൈറൻ മുടങ്ങും. ഒരു ബിൽജി പമ്പെല്ലാം ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ അതാ നിർബന്ധമായിട്ട് വേണ്ട. നമ്മൾ ഏത് ബോട്ട് ഓടിക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് വെള്ളം കയറുന്നുണ്ടോ അറിയാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ അകത്തൊരു സംവിധാനമുണ്ട്. അപ്പോൾ ആ വെള്ളം നമ്മൾ ജസ്റ്റ് ഒരു 2 ഇഞ്ചോ 3 ഇഞ്ചോ വെള്ളം കയറുമ്പോൾ അപ്പോൾ അത് അലാറം അടിക്കും. അപ്പോൾ ഏത് കള്ളിയിൽ നിന്ന് അലാറം എന്ന് വെച്ചാൽ ഓരോ കള്ളിയിലും ഇതിൻ്റെ ബിൽജി പമ്പ് ഫിറ്റ് ആക്കിയിട്ടുണ്ട്. അല്ല, അത് നമുക്ക് അലാറം സിഗ്നൽ തരും ഏത് കള്ളിയിലാണ് വെള്ളം കയറുന്നത്. അന്നേരം ഞങ്ങൾ അപ്പോൾ തന്നെ അത് ഓട്ടോമാറ്റിക്കായിട്ട് വെള്ളം പുറത്തേക്ക് പോകുന്നത്. തീരെയില്ല. ഈ ഇപ്പോഴത്തെ സ്റ്റീൽ ബോട്ടുകൾക്ക് അപകട സാധ്യത വളരെ കുറവാണ്. ഈ ആലപ്പുഴയിലെ ഇതിൻ്റെ ഒരു ആസ്ഥാനം ആലപ്പുഴയിൽ പോയിട്ടുണ്ടോ? ഈ ബിസിനസ് ചെയ്തിട്ടുണ്ട്. ആലപ്പുഴക്കാരായിട്ടുള്ള ബന്ധമുണ്ട്. ആലപ്പുഴ ഞാൻ പറഞ്ഞില്ലേ 2000 അതിൻ്റെ കറക്റ്റ് ഡേറ്റ്. ഹൗസ് ബോട്ട് എന്ന് പറഞ്ഞാൽ മലയാളികൾ എപ്പോഴും ഉടൻ ഓടിയെത്തുക ആലപ്പുഴയാണ്. അല്ല, ഞാൻ സാർ 2000 കൊടിയേരി പാലസ് ഞാൻ പറഞ്ഞേ ടൂറിസം 1996 രണ്ടാമത്തെ ടേണിൽ. അല്ല, ഒരു തവണയാണ് അദ്ദേഹം ആഭ്യന്തര ടൂറിസം വകുപ്പ് മന്ത്രിയായിരുന്നത്. അത് 2006 മുതൽ 2011 വരെ. കറക്റ്റ്. അപ്പോൾ 2008 നമ്മളെ 2008 ഞങ്ങൾ ഇവിടുന്ന് പോയിട്ട് അവിടെ പോയിട്ട് ബോട്ട് നിർമ്മിച്ചു. 2 ബെഡ്റൂമിലെ 2 നില ബോട്ട്. 2 പേരെ. ഞാൻ സുള്ളി എന്ന് പറഞ്ഞ പക്ഷേ തന്നെ. അപ്പോൾ അത് പറശ്ശിനിക്കടവിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ചെയ്ത പണിയാണ്. വർക്ക് ചെയ്തതാണ്. അപ്പോൾ വർക്കെല്ലാം ചേർത്തല തന്നെ. എല്ലാ ചേർത്തല ഞങ്ങൾ കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ അത് ചെയ്തതിന് ശേഷം അവിടുന്ന് ഈ ബോട്ട് കംപ്ലീറ്റ് രൂപകൽപ്പന ചെയ്ത് ബോട്ട് ഫങ്ഷനിങ് ആയി. അന്നേരം അവിടുന്ന് കംപ്ലീറ്റ് ആൾക്കാർ ഇതിന് ഈ കണ്ണൂർ ഡിലക്സ് എന്ന പേര് വിട്ടിന്. ഇത് കാണാൻ ഭംഗിയിൽ നല്ല ബോട്ടോ. കണ്ണൂർ ഡിലക്സ് എന്ന പേര് ബോട്ടിൻ്റെ. അപ്പോൾ അന്നേരം അവിടെ ലൈസൻസിലെ ആൾക്കാരും ലൈസൻസിലെ ബോട്ടും കുറവാണ്. ഞങ്ങൾക്കെല്ലാം ഉണ്ട്. ഞങ്ങൾക്ക് ലൈസൻസിലെ സ്റ്റാഫും ഉണ്ട്, ബോട്ടിന് ലൈസൻസ് ഉണ്ട്. അപ്പോൾ അന്നേരം ആൾക്കാർ വിളിച്ചിട്ട് എറണാകുളത്ത് ഒരു ടീം പറഞ്ഞു, ട്രാവൽ ഏജൻസി പറഞ്ഞു, നിങ്ങൾ കാര്യം ചെയ്യും, ഞങ്ങൾ ഒരു മാസം 30 ദിവസം ഉണ്ടെങ്കിൽ 35 ട്രിപ്പ് നിങ്ങൾക്ക് തരാമായിരുന്നു. 35 ട്രിപ്പ് തരാമായിരുന്നു. അതായത് ഡേ ക്രൂസിന് പുറമെ ഷോർട്ട് ക്രൂസ് അടക്കം തരാമെന്നില്ല കണ്ടീഷനിൽ. അങ്ങനെയാണ് നിങ്ങൾക്ക് ഇവിടെ ബോട്ട് വെക്കാൻ പറ്റുമോ വെച്ചു. അപ്പോൾ ഞാനും പെട്ടെന്ന് വെച്ചു എന്നാൽ പിന്നെ പെട്ടെന്ന് നമുക്ക് ഇവിടെ 2-3 മാസം ഇവിടെ ഓടിയതിന് ശേഷം നിങ്ങൾ നോക്കിയിട്ട് കൊണ്ടുപോകാൻ വെച്ചു. അപ്പോൾ അങ്ങനെ അവിടെ തന്നെ അത് ഉദ്ഘാടനം കഴിച്ചു. ആലപ്പുഴ കൊടിയിൽ ഭാഷ സാറ് കണ്ട് ഉദ്ഘാടനം കഴിച്ചു. കണ്ണൂരിൽ നിന്ന് പോയി ആലപ്പുഴയിൽ നമ്മൾ ബോട്ട് സർവീസ് നടത്തി. അല്ല, അതൊരു അവിടെ കുറിച്ച് എപ്പോഴും അവിടുത്തെ ഈ ബോട്ട് ഹൗസ് ബോട്ടുകളുടെ ടീം എന്നൊക്കെ പറഞ്ഞാൽ ഒരു വല്ലാത്ത ലോകമാണ്. കേക്ക് അവിടെ അല്ല കേക്ക് എനിക്ക് അനുഭവം ഉണ്ടായി. എന്ന് വെച്ചാൽ ഈ ബോട്ട് ഓടിക്കാൻ പറ്റില്ല, നിങ്ങളെ കത്തിക്കുന്നെല്ലാം മറ്റേ ആൾ കുറേ ടീം പറഞ്ഞു ഈ പിന്നെ കുമരകം ഭാഗത്ത് നിന്ന്. അപ്പം ഞാൻ പറഞ്ഞു ശരി ഓക്കെ കണ്ണൂരിൽ നിന്നാണ് വരുന്നത് പറഞ്ഞു. അന്ന് വെച്ചാൽ ഇവിടെ രാഷ്ട്രീയത്തിന്റെ വലിയ പ്രശ്നങ്ങൾ, പിന്നെ ബോംബിനെ കൊണ്ട് ഏറുകളിയല്ലേ സത്യം. എല്ലാവരും ബോംബല്ല പറഞ്ഞത്, കണ്ണൂരാന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു, ഇവര് പറഞ്ഞു. അപ്പോൾ എതിർത്തവരുണ്ടായിരുന്നു ആദ്യം പറ്റില്ല എന്നിട്ട്. അവസാനം ഉദ്ഘാടനം ആ എതിർത്ത ടീം അതിഗംഭീരമായിട്ട് നടത്തി തന്നു. പുയ്യോ, അവരെന്നെ എല്ലാം മുൻപന്തിയിൽ എതിർത്ത ടീം അങ്ങനെ അതിഗംഭീരമായിട്ട് ഉദ്ഘാടനം നടത്തി തന്നു അവര്. അവിടെ എന്നിട്ട് ഒരു 2 വർഷം 3 വർഷം ഓടിച്ചു. പിന്നെ അത് കഴിഞ്ഞ് അവിടെ തന്നെ വിറ്റു. അത് അപ്പോൾ ചെറിയൊരു ബ്രേക്ക് എടുക്കാൻ നമുക്ക് എന്തായാലും കണ്ണൂരുകാരൻ്റെ ആ ഉന്മേഷം കണ്ടല്ലോ. ആലപ്പുഴയിൽ ഒരു ഹൗസ് ബോട്ട് ഇറക്കി അത് ഓടിക്കാൻ പോകുമ്പം ചെറിയ ഇതല്ലാത്ത ഭീഷണി ഉണ്ടായി. അങ്ങനെ ആലപ്പുഴയിൽ 3 വർഷം
അപ്പോൾ അവിടെ താമസവും കാര്യങ്ങളൊക്കെ അവിടെ അല്ല അങ്ങനെയല്ല, ബോട്ട് താമസം ബോട്ട് തന്നെയല്ലേ. കാരണം 2 ബെഡ്റൂം ഉണ്ടല്ലോ. അപ്പൊ ഗസ്റ്റ് വന്നാൽ ചിലപ്പോൾ 1 ബെഡ്റൂമിലാകുമ്പോൾ 1 ബെഡ്റൂം ഒഴിവുണ്ടോ. 2 AC ബെഡ്റൂമാ. 2 ബെഡ്റൂമിലും ആളുണ്ടെങ്കിലോ അല്ല അതിന് മുകളിലുണ്ടല്ലോ സ്ഥലം. ബോട്ടിൽ തന്നെ വെള്ളത്തിൽ തന്നെ ആലപ്പുഴയിൽ 3 വർഷവും. എങ്ങനെ ഉണ്ടായിരുന്നു ആലപ്പുഴയിൽ അന്നത്തെ അനുഭവങ്ങളൊക്കെ? ഈ പറഞ്ഞ ഭീഷണിയൊക്കെ നമ്മൾ നേരിട്ടു. അത് കഴിഞ്ഞു. പിന്നെ അവരെല്ലാം പിന്നെ ഞങ്ങളെ ഞാൻ പോയിട്ടില്ലെങ്കിൽ അവരെന്നെല്ലാം ഏറ്റെടുത്ത് നടത്താൻ തുടങ്ങി എല്ലാ സൗകര്യങ്ങളും. വരവും കൂടായി. അല്ല അത് ഇവർക്ക് അറിയില്ല. ഞങ്ങളെ ഈ പറച്ചിൽ മാത്രം ധരിച്ചത് അവര്. ഞങ്ങളെ കുറിച്ച് അവരെ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് അവർക്ക് അറിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ നമ്മോട് നിന്ന് കഴിഞ്ഞാൽ ഈ ഭാഗം കംപ്ലീറ്റ് ഞങ്ങൾ ശരിയാക്കി തരും. ടൂറിസം മിനിസ്റ്ററോട് പറഞ്ഞിട്ട് ഞങ്ങൾ ഈ ഭാഗം കംപ്ലീറ്റ്. അപ്പൊ ഞങ്ങൾ പറഞ്ഞതിന്റെ ഭാഗമാണ് പിന്നീട് അത് നടന്നത് കംപ്ലീറ്റ്. പ്രത്യേകിച്ച് പി ജയരാജനിവിടെ പാർട്ടി ജില്ലാ സെക്രട്ടറിയും അദ്ദേഹത്തിന് ഒരു പിന്തുണ തന്നിട്ടുണ്ട്. ഈ ഡ്രാഗൺ ബോട്ടും പുള്ളി തന്നെ കംപ്ലീറ്റ് ചെയ്തത്. ഈ ജയരാജൻ തന്നെ ഫുൾ സഹായം ചെയ്തത്. കാരണം ഇതിന്റെ പിന്നെ 40 ലക്ഷം രൂപ ഞങ്ങൾക്ക് ഇതിന്റെ ക്യാപ്സ് ലോൺ ഉണ്ടായിന്. അതിലും പുള്ളി പറഞ്ഞ ഷിറാസ് സാർ ഉണ്ടായിന്, നമ്മളെ അദ്ദേഹത്തിന്റെ കെയർ ഓഫിൽ ഇദ്ദേഹം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ഒരു മണിക്കൂർ കൊണ്ടാണ് ലോണെല്ലാം പാസ്സാക്കിയത്. 1 മണി 40 ലക്ഷം രൂപ ലോൺ പാസ്സാക്കി. ഈ ആലപ്പുഴയിൽ ഈ ഹൗസ് ബോട്ട് 3 വർഷം നടത്തിയ ശേഷം പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്തായിരുന്നു? അത് കഴിഞ്ഞിട്ട് നേരെ ഇങ്ങോട്ട് അത് വിറ്റപാടിന് വീട് ഞങ്ങൾക്കിടെ ചെറിയ ബോട്ടിലിട്ട് 5-8 ബോട്ട് ഉണ്ട്. അപ്പോൾ അതിനുള്ള സ്റ്റാഫും ഉണ്ട് ഏകദേശം. അപ്പോൾ അത് തിരിച്ചു വന്നിട്ട് ഞങ്ങൾ വീണ്ടും ഒരു കോവിഡിന്റെ ഏകദേശം മുന്നേ ആണ് പിന്നെ ജൽറാണി എന്ന് പറഞ്ഞിട്ട് വലിയൊരു ബോട്ട്, സ്റ്റീലിന്റെ ബോട്ട് ഞങ്ങൾ 8 പേര് ചേർന്നിട്ട് എടുത്തത്. വീണ്ടും എടുത്ത് ജൽറാണി അതൊരു 8 പേര് ചേർന്നിട്ടാ. എത്ര പേർ എങ്ങനെ അതിന്റെ ഒരു സംവിധാനം ഉണ്ടായിരുന്നു? അത് ഇവിടെ തന്നെ ഉണ്ടാക്കിയത്. അതും ഈ സംവിധാനത്തിൽ ഈ നമ്മളെ കമ്പിൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് കുമ്മായിക്കടവ് സംഘം ഉണ്ടാക്കിയത്. യാർഡ് രജിസ്റ്റർ ചെയ്ത് ആ യാർഡിൽ നിന്ന് ആലപ്പുഴയിൽ നിന്ന് കംപ്ലീറ്റ് എല്ലാ ഇൻസ്ട്രുമെന്റ്സും കൊണ്ടുവന്നു, ആൾക്കാരെയും കൊണ്ടുവന്നു. ജലറാണി ഇവിടെ നിർമ്മിച്ചു. നിങ്ങളാണ് ആദ്യമായിട്ട് ഇവിടെ ഈ ബോട്ട് നിർമ്മിക്കുന്ന ഹൗസ് ബോട്ട്? കണ്ണൂർ ജില്ലയിൽ ആദ്യമായി ഹൗസ് ബോട്ട് നിർമ്മിക്കുന്ന ഞങ്ങളാണ്. അപ്പൊ കണ്ണൂർ ജില്ലയിൽ ആദ്യമായിട്ട് സ്പീഡ് ബോട്ട് ഇറക്കി, ഹൗസ് ബോട്ട് ഇറക്കി, പിന്നെ ഹൗസ് ബോട്ട് നിർമ്മിച്ചു, നിർമ്മാണ കേന്ദ്രം തുടങ്ങി. എത്ര തൊഴിലാളികൾ? അന്നൊരു 10-12 പേരുണ്ടായിരുന്നു. ജലറാണി നിർമ്മിക്കാൻ എത്ര കാലം എടുത്തു? അത് കുറച്ച് ബ്രേക്ക് ആയിരുന്നു. കാരണം ഈ കോവിഡ് വന്നിട്ട് ബ്രേക്ക് ആക്കിയിട്ട് പിന്നെ തൊഴിലാളികൾ വന്നത് അല്ല ആലപ്പുഴ തന്നെ. ആലപ്പുഴ ഇവിടെയുള്ള തൊഴിലാളികൾക്ക് പരിശീലനം ഇല്ല ഇവിടെ ക്ലബിങ് നടത്തിയിട്ടില്ല. അവരെല്ലാം ചെയ്യുന്നത്. അങ്ങനെ ജലറാണി എത്ര കാലം കൊണ്ട് ഇതിന്റെ മെറ്റീരിയൽ ഒക്കെ എവിടെ കൊണ്ടുവന്നത്? സ്റ്റീൽ തന്നെയല്ലേ കംപ്ലീറ്റ്. അതല്ലേ എറണാകുളം തന്നെ. എറണാകുളം കംപ്ലീറ്റ്. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു കൊല്ലം കഴിയുമ്പോൾ വീണ്ടും ജലകന്യക എന്നിട്ട് ഒരെണ്ണം കൂടി ഇറക്കി അവിടുന്ന്. അത് ഞങ്ങൾ 8 പേര് ചേർന്നിട്ട് തന്നെ 8 പേര് ഗ്രൂപ്പായിട്ട് ഇറക്കിയത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഇത് തുടങ്ങിയത്. അതെ, ഇതിപ്പോൾ എൻ്റെ അളിയനും കൂടിയാണ് ഇതിനകത്ത് പാർട്ണർ. ഇത് ഇങ്ങനെ ഒരു കൺസെപ്റ്റ് ശരിക്കും വന്നത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ അതിൻ്റെ എങ്ങനെയാണ് ആ അനുഭവത്തിലേക്ക് ഒന്ന് പോകാം? തുടക്കം എങ്ങനെയാണ് ഇത്രയും വലിയൊരു കാഴ്ചപ്പാടിലേക്ക് വരാനുള്ള സാഹചര്യം? എനിക്ക് 2 ഡ്രീമാണ് ഉണ്ടായിന്. ഒന്ന് വെച്ചാൽ എൻ്റെ വീട് ഇപ്പോൾ 4 കെട്ടാ. ഇപ്പോഴത്തെ 2017 പുതിയ ഫ്രഷ് 4 കെട്ട് എടുത്തതാണ്. ഒരു 18 മീറ്റർ നീളവും 18 മീറ്റർ. അന്നൂര്. അത് ഹോം സ്റ്റേ വൈഫ് ഹൗസ് അവിടെയാണ്. അപ്പോൾ അവിടെ സ്ഥലം വിൽപ്പന വെച്ചിട്ട് അവരെ സ്ഥലം തന്നെ എടുത്തിട്ട് അങ്ങനെ ചെയ്തതാണ്. അത് ഹോം സ്റ്റേ ആണ്. അന്ന് ഹോം സ്റ്റേ ലൈസൻസ് എടുത്തിരുന്നു. കാരണം ഈ മേഖല ആയതുകൊണ്ട് അവിടെ നിന്ന് കുറച്ച് പേര് താമസിപ്പിക്കുകയും ചെയ്യുന്നു. പിന്നെ ഇപ്പോൾ അത് ഇപ്പം ഓൺ യൂസ് ആയിട്ട് നമ്മളെ യൂസ് ചെയ്യാം. പിന്നെ ആദ്യത്തെ ഒരു സ്വപ്നം അത് 2014 യാഥാർത്ഥ്യം. അന്നേരം എനിക്ക് ഫിഷിംഗ് ബോട്ട് ഉണ്ടായിരുന്നു. 2 ബോട്ടിലുണ്ടായിരുന്നു. പിന്നെ കുറെ മണൽ വാരുന്ന ഒരു 10-14 വള്ളങ്ങളുണ്ട്. വള്ളം, ഫിഷിംഗ് ബോട്ട്, ഹൗസ് ബോട്ട്, സ്പീഡ് ബോട്ട്. അപ്പോൾ അതെല്ലാം ഇതിന്റെ ആവശ്യാർത്ഥം പിന്നെ അതെല്ലാം വിൽക്കേണ്ടി വന്നു. ഈ വീടിന്റെ ഈ വള്ളങ്ങളും ഫിഷിംഗ് ബോട്ടിലും കൊടുത്തു. അതിനുശേഷമാണ് പിന്നെ ഞങ്ങൾ ഈ പറഞ്ഞ ജലറാണി ഈ ജലകന്യക എടുത്തത്. പിന്നെ ഈ ബോട്ട് ഈ പ്രോഗ്രാം കണ്ടെടുത്താണ് ഈ സന്തോഷ് ജോർജ് മുളകന്റെ പ്രോഗ്രാം കണ്ടെടുത്താണ്. എന്താണ് പറയുന്നത് ശരിക്കും? ഏതില്? സന്തോഷ് ജോർജ് മുളകൻ അല്ല, അദ്ദേഹം ഇങ്ങനെ ഈ ഒരു കുമ്മി ഒരു കൃത്രിമ തടാക. അപ്പോൾ അത് കണ്ടുപോയെന്ന് വെച്ചാൽ എനിക്ക് ഞാൻ പറയാം, ഈ നല്ല നമ്മളെ ഒരു എന്താ പറയണ്ടേ ആളുകളെ അട്രാക്ട് ചെയ്യുന്ന പറ്റിയുള്ള ഒരു വിഷ്വൽ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു ത്രില്ലിങ് അത്. അപ്പോൾ അതിൻ്റെ ആ ഡിസൈൻ കണ്ട പിന്നെ എനിക്കും ഭയങ്കരം എന്നെ ഹർട്ട് ചെയ്തത്. കാരണം ഞങ്ങൾക്കും ഇതുപോലെ എന്തുകൊണ്ട് സംഭവിച്ചു തുടങ്ങി. ചൈനക്കാർക്കും മാത്രമല്ല ഇന്ത്യക്കാർക്കും സാധിക്കുമല്ലോ. ജനസംഖ്യയിൽ നമ്മൾ ഇപ്പോഴും ബലാബലം നിൽക്കുന്നവരാണ്. അതെ, പക്ഷേ അന്നേരം അതിൻ്റെ സാമ്പത്തിക പ്രശ്നങ്ങളാണ് എന്നെ കൂടുതൽ അലട്ടിയത്. പക്ഷേ എൻ്റെ എന്ത് പ്രോഗ്രാമും ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാനൊരു എയിം വെച്ച് കഴിഞ്ഞാൽ അത് സാധ്യം ഓട്ടോമാറ്റിക്കായി അത് എന്നിലേക്ക് നടത്തായിട്ട് വളരെ ആത്മാർത്ഥമായി ആഗ്രഹിച്ചാൽ നമ്മിലേക്ക് വന്നു ചേരും. ഇത്രയും അനുഭവമായ ഞാൻ എന്ത് കാര്യം വിചാരിച്ചു അതെല്ലാം നടന്നിട്ടുണ്ട്. ഡ്രാഗൺ ബോട്ട് എന്ന കോൺസെപ്റ്റ് ആദ്യം ആരോടാ ഷെയർ ചെയ്തത്? ഇത് ടി.വി. കണ്ടു. സന്തോഷ് ജോർജ് കുളങ്ങര. ഇല്ല, ഇത് ആരും ഷെയർ ചെയ്തില്ല, എന്റെ മനസ്സിൽ തന്നെ വെച്ചു. ഞാൻ ചെയ്തത് ആദ്യം ഈ
ഷിറാസ് എന്ന് പറഞ്ഞാൽ ഈ ഇദ്ദേഹത്തോട് മാത്രമാണ്. ജില്ലാ വ്യവസായ കേന്ദ്രം ആ ഡെപ്യൂട്ടി ഡയറക്ടർ. അതെ. പക്ഷേ ഞാൻ അന്നേരം തന്നെ വെച്ചാൽ പിന്നെ ഇതിൻ്റെ ഫണ്ടമെൻ്റൽ പേപ്പർ വർക്ക് മുന്നേ തുടങ്ങിയിരുന്നു. അതായത് ഡ്രോയിങ് ഒരു എറണാകുളത്ത് നേവൽ ആർക്കിടെക്റ്റ് ചെയ്യേണ്ടത് ദിലീപ് സാർ എന്നിട്ട് അദ്ദേഹത്തോട് തന്നെ ഡ്രോയിങ് ചെയ്ത്. ആർക്കിടെക്ട് അവിടെയാണ്. ഡ്രോയിങ് എന്താണ് അദ്ദേഹത്തിന്റെ പേര്? ദിലീപ്. എറണാകുളത്തായിരുന്നു. അദ്ദേഹത്തിനോട് ഇത് ചെയ്ത് ഇതിൻ്റെ ഡ്രോയിങ് എല്ലാം സെറ്റ് ചെയ്ത് ഡ്രോയിങ് ഇവിടെ പാസ്സാക്കി അപ്രൂവ് ആക്കി വെച്ചു. ഈ പോർട്ടിൽ നിന്ന് പാസ്സാക്കി വെച്ചു. പിന്നെ അതായത് കുറച്ച് എമൗണ്ട് കഴിച്ചുണ്ട് ഇതിൻ്റെ ഫണ്ടമെൻ്റ് സ്റ്റാർട്ടിങ്ങിൻ്റെ. അപ്പോൾ അത് തുടങ്ങി വെക്കാം. പിന്നീട് അത് ഇങ്ങനെ ക്രമേണ എന്തെങ്കിലും വരുന്നില്ല. ഒരു മാനസിക ധൈര്യം ഉണ്ടായിരുന്നു, എന്തുവന്നാലും തുടങ്ങാന്നില്ല. അങ്ങനെ തുടങ്ങി. ആ തുടങ്ങുമ്പോൾ സമയത്താണ് ഞാൻ ഈ ഇദ്ദേഹത്തിൻ്റെ, അതായത് നമ്മളന്നേരം സംരംഭത്തിൻ്റെ പറ്റിയിട്ട് സർക്കാരിൻ്റെ LDF സർക്കാരിൻ്റെ ഒരു സംഭവം ഉണ്ടായിന്, ലോൺ കൊടുക്കുന്നതല്ലേ. അങ്ങനെ ഞാൻ ഈ ജില്ലാ വ്യവസായ കേന്ദ്രയെ ബന്ധപ്പെട്ട് അത് പറയലും 1 മണിക്കൂർ കൊണ്ട് തന്നെ എല്ലാം ക്ലിയർ ആയിന്, ലോണും. ഇതൊക്കെ കേരളത്തിൽ തന്നെയാണോ? അതും മാത്രമല്ല, ചൈനയിലുള്ള ഒരു മോഡൽ ഇവിടെ ഇറക്കാനാണ് 1 മണിക്കൂർ കൊണ്ട് 40 ലക്ഷം വായ്പ പാസ്സായി കിട്ടി എന്ന് പറയുന്നത്. ശരിയാണ്. അത് നിങ്ങൾ അത് ഞാൻ കള പറയുന്നില്ല. വെല്ലിങ്ങനെ വെണ്ടക്ക അക്ഷരത്തിൽ പിന്നെ ദേശാഭിമാനിലും പത്രത്തിൽ വെല്ലിങ്ങനെ പരമ്പര വന്നിട്ടില്ലേ? പിന്നെ ഒരു ഫോൺ കോളിൽ ഒരു പിന്നെ ആരാ നമ്മുടെ നാട്ടിൽ ഈ പണിയൊന്നും എളുപ്പത്തിൽ നടക്കൂല എന്ന് പറയുന്നത്? അത് ഇത് ശരി, എനിക്ക് തോന്നുന്നു കുറെ ഭാഗ്യമുണ്ടോ സംശയമുണ്ട്. ഇതിന് എല്ലാ കാര്യത്തിലും എല്ലാം നടക്കണമെന്നില്ല. ഞാൻ പറയാം, എന്റെ കാര്യത്തിൽ ഞാൻ പറയാം, ഞാൻ ആഗ്രഹിച്ചെല്ലാം നടക്കുന്നുണ്ട്. അതെ. അദ്ദേഹം വിളിച്ച് ഷിറാസോട് പറഞ്ഞു. ഷിറാസ് ഇമ്മീഡിയറ്റ്ലി ഇത് പിന്നെ ക്യാപ്സി എന്നോട് പറഞ്ഞു. അപ്പോൾ തന്നെ എൻ്റെ പ്രൊജക്റ്റ് DPR കൊണ്ടുപോയി കാണലും ഓൺ ദ സ്പോട്ടിൽ പാസ്സാക്കലും ബാക്കി അതിൻ്റെ പ്രൊസീജിയർ ക്ലിയർ ചെയ്യണമല്ല, നമ്മളിതിൻ്റെ കാര്യങ്ങളും കൊടുക്കണമല്ല, അത് കൊടുക്കലും. പിന്നെ ഒരു 10-15 ദിവസം കഴിഞ്ഞ് ഫസ്റ്റ് ഗഡു പാസ്സായി. അപ്പോൾ ഇതിൻ്റെ വർക്ക് 1 മണിക്കൂർ കൊണ്ട് ലോൺ പാസ്സാകുന്നു, 15 ദിവസം കൊണ്ട് ആദ്യ ഗഡു കൈ കിട്ടുന്നു. അതിനിടയ്ക്ക് ഞാൻ വർക്ക് സ്റ്റാർട്ട് ചെയ്തേനെ. എവിടെയാണ് ഇതിന്റെ നിർമ്മാണം നടന്നത്? ഇതിന് ഈ പിന്നെ മലബാർ യാർഡ് എന്ന് പറഞ്ഞിട്ട് അവിടെ ഈ കുമ്മായിക്കടവിൽ. അത് നിങ്ങൾ സ്വന്തമായിട്ട് എത്ര സെന്റ് സ്ഥലമാണോ ശരിക്കും? അതൊരു കുറച്ച് സ്ഥലമുണ്ട്, സ്ഥലമുണ്ട്. അതിന്റെ സംവിധാനം കൊടുക്കണം. ഞങ്ങൾ 3 ഫേസ് ലൈൻ വേണം, പിന്നെ സ്റ്റാഫിന്റെ ക്വാർട്ടേഴ്സ് വേണം, സ്റ്റാഫ് താമസിക്കാൻ. നമ്മളൊരു 10-12 പേരുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഈ ഇതിൻ്റെ യന്ത്രങ്ങൾ നമ്മളിതിൻ്റെ വെൽഡിങ് മെഷീൻ വേണം, പിന്നെ ഇതിൻ്റെ കട്ടിങ്ങിൻ്റെ, പിന്നെ ചെയിൻ ബ്ലോക്ക്, ജാക്കി, ഇതിൻ്റെ ഒത്തിരി സാധനങ്ങൾ വേണം. ഇതിൻ്റെ നിർമ്മാണത്തിന് ആവശ്യമായ ഒരുപാട് സാധനങ്ങളുണ്ട്, അതൊക്കെ വേണം. അതെല്ലാം ഉപയോഗിച്ച് എത്ര നാളെടുത്തു ഇത് പൂർത്തിയാകാൻ? 8 മാസം എടുത്തിട്ടു. 8 മാസം ചരിത്രത്തിൽ ആർക്കും സാധിക്കൂല 8 മാസം കൊണ്ട് ഒരു ബോട്ട് നിർമ്മിച്ചിട്ട് ഉദ്ഘാടനം കഴിക്കാം, പേപ്പർ അടക്കം ഉദ്ഘാടനം കഴിക്കാം. ഈ നിർമ്മാണത്തിനിടയ്ക്ക് ഇപ്പൊ നമ്മൾ മറ്റു സംഭവങ്ങളൊക്കെ നിർമ്മിക്കുമ്പോൾ ഇടയ്ക്കുള്ള സുരക്ഷാ പരിശോധനകളുണ്ടല്ലോ, അതെങ്ങനെ, ഏതൊക്കെ ഘട്ടത്തിലായിരുന്നു? അത് ഈ ഹള്ള് നിർമ്മിച്ചു കഴിഞ്ഞാൽ ആദ്യം അവരെ വന്ന് പരിശോധിക്കണം, അവരുടെ ഡ്രോയിങ് പ്രകാരമാണോ ഹള്ള് നിർമ്മിച്ചതിന്റെ. ഹള്ള് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ബോട്ടിലുള്ള ബോട്ട് മാത്രം ഈ ബോട്ടിന്. കാരണം ഈ ഔട്ടർ എക്സ്ട്രാ ഫിറ്റിംഗ്സ് അല്ല. അറകൾ എന്ന് പറയുന്നത് അറകൾ വെച്ചാൽ ഓരോ, അതായത് ഇത്ര മീറ്റർ വെച്ചാൽ ഓരോ അറകൾ വെച്ചാൽ ഇതിന് ബ്ലോക്ക് ചെയ്യണം, ഇന്നടയ്ക്ക് ഇങ്ങനെ ബ്ലോക്ക് ചെയ്യണം. നമ്മൾ എന്തെങ്കിലും പറയാം, ഒരു അറകളാന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ഇട്ടിട്ട് ഒരു സ്റ്റീൽ തന്നെ. ഇതിന് 5 എണ്ണം. ഈ അറകളുടെ സ്വഭാവം എന്താ? അല്ല, അറകൾ എന്തിനാ വെച്ചാൽ സേഫ്റ്റി പ്രിക്കോഷൻ അത്. അതായത് നമ്മൾ ഒരു എന്തെങ്കിലും ഡാമേജ് പറ്റിയിട്ട് ഒരു അറകളിൽ വെള്ളം കയറി കഴിഞ്ഞാൽ അവിടെ മാത്രമേ കയറൂ വെള്ളം, ബാക്കിയുള്ള ഇപ്പുറത്തെ സൈഡിലേക്ക് അത് സ്പ്രെഡ് ചെയ്യില്ല. അപ്പോൾ അങ്ങനെ ഒരു ബ്ലോക്ക്, അതായത് ഒരു ബ്ലോക്ക് ബൾക്കറ്റ് എന്നാണ് പറയുന്നത്, ബ്ലോക്ക് ബൾക്കറ്റ് ഇംഗ്ലീഷിലത്. അപ്പോൾ ഏറ്റവും സുരക്ഷിതമായിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. എന്തൊക്കെ സുരക്ഷാ പരിശോധനകളാണ് ഇതിന് പുറമെ നടത്തുന്നവർ? ഇപ്പൊ നടത്തേണ്ട എല്ലാ ആധുനിക സുരക്ഷാ സംവിധാനങ്ങളെല്ലാം ആധുനിക സംവിധാനങ്ങളാണ് ഇതിനകത്തുള്ളത്. ഇപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ അറ, അതിനകത്ത് വെള്ളം നിറഞ്ഞാൽ നമുക്ക് സിഗ്നൽ കിട്ടും, നമുക്ക് സേഫ്റ്റി എടുക്കാനുള്ള സമയം കിട്ടും. രണ്ടാമത്തെ കാര്യം എന്താണ്? ബോട്ടിന്റെ സ്റ്റെബിലിറ്റി. അതായത് ഇതിനകത്ത് എത്ര പേര് ഞങ്ങൾക്ക് കയറാൻ പറ്റുക. അതായത് ഇത് നമുക്ക് കിട്ടിയതെന്ന് വെച്ചാൽ ഇപ്പം കിട്ടിയത്, ഞാനത് ഡ്രോയിങ്ങിൽ 70 പേരെ കൊടുത്തിട്ടുള്ളൂ. അതൊരു അബദ്ധം പറ്റിപ്പോയതാ. ഇതിനകത്ത് ഏകദേശം ഒരു 300-400 കയറിയാൽ തന്നെ ബോട്ട്, കാരണം വെച്ചാൽ ചെയിൻ ബോഡി സിസ്റ്റം ഇത് ഉണ്ടാക്കി, പുതിയ ബോഡിയാണ്. അപ്പോൾ നിങ്ങൾ എങ്ങനെ കയറിയാലും ഈ ബോട്ട് താഴത്തേക്ക് പോകില്ല, അതുപോലെ മുകളിലേക്ക് പോകും. കാരണം വെച്ചാൽ ബോയൻസി കൂടുതലാണ് ബോട്ടിന്. അതങ്ങനെ ഇതിൻ്റെ ഒരു സിസ്റ്റം ഉണ്ട്, ബോയൻസി സെൻറ്റിൽ. ബോട്ട് എങ്ങനെ നിങ്ങൾക്ക് ഈ പിന്നെ 70 ആളായാലും ഈ 100 ആൾ ഒരു ഭാഗത്ത് കയറിയാൽ ഈ ബോട്ട്
ഇതിന്റെ പിന്നെ ചെരിവ് ഉണ്ടാവില്ല. അതെങ്ങനെയാണ് 100 ആൾ അപ്പുറം നിൽക്കുമ്പോൾ ഇപ്പുറത്ത് ഓട്ടോമാറ്റിക്കായിട്ട് പോവില്ല. അതാണ് ഈ നിർമ്മാണത്തിന്റെ പ്രത്യേകത. ഏത് സാങ്കേതിക വിദ്യ അതിനകത്ത് ഉപയോഗിക്കുന്നത് ശരിക്കും അതെനിക്കത്ര ഇത് അപ്പൊ എത്ര 70 പേർക്ക് ശരിക്കും നിങ്ങൾ അന്ന് അപേക്ഷ കൊടുത്തു? അത് കൊടുത്തു. അതുകൊണ്ട് ഇത്രയും വലുത് ഇപ്പൊ 21 മീറ്റർ നീളവും 6 മീറ്റർ വീതിയുണ്ട് ഇതിനകത്ത്. ഇത് ഏകദേശം ഒരു 400 കയറിയാൽ തന്നെ ഈ ബോട്ട് നമ്മളെ ഡ്രാഫ്റ്റ് ലൈൻ ഉണ്ട്, ആ ഡ്രാഫ്റ്റ് ലൈന് അനങ്ങൂല. ഓരോ സിഗ്നൽ ഉണ്ട്, ഡ്രാഫ്റ്റ് ലൈൻ ഉണ്ട്, അളവുണ്ട്. ആ അളവിന് വെയിറ്റ് കയറുന്ന കണക്കായിട്ട് ബോട്ട് താണുകൊണ്ടിരിക്കും. നിർമ്മിതി അങ്ങനെ നിർമ്മിതി. ഇതെങ്ങനെയാണ് ഞാൻ നമ്മുടെ ഈ ടൂറിസം രംഗത്ത് മലബാർ എപ്പോഴും ഒരു പിന്നോട്ട് നിൽക്കുന്ന ഒരു സ്ഥലമായിട്ടാണ് എപ്പോഴും അറിയപ്പെടുന്നത്. എങ്ങനെയാണ് നിങ്ങൾക്ക് ഇത്രയും വലിയൊരു പ്രൊജക്റ്റ് ഇവിടെ തുടങ്ങാനുള്ള ഒരു ധൈര്യം കിട്ടിയത്? അല്ല, അങ്ങനെ ഞാൻ പറഞ്ഞില്ല, ഇതിന് മുന്നേ ഞങ്ങൾ ചെയ്ത വർക്കല്ലേ. അപ്പോൾ അന്നേരം ചെറിയ ബോട്ടുകളാണ് ഞങ്ങൾ മനസ്സിലുള്ളത്. അപ്പോൾ കുറച്ച് വലിയ ബോട്ടുകൾ വന്നാൽ കൂടുതൽ, കാരണം ഏറ്റവും പ്രധാന ആയുധം എന്ന് വെച്ചാൽ നമ്മളെ അമ്പലം തന്നെ, പറശ്ശിനിക്കടവ് അമ്പലത്തിൽ വരുന്ന ആൾക്കാരെ തന്നെയാണ് ഞങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ടൂറിസം ഇപ്പം അങ്ങനെ വളർന്നു വരുന്നേ ഉള്ളൂ, ആളുകൾ അറിഞ്ഞറിഞ്ഞ് വരുന്നേ ഉള്ളൂ. ഈ ഇത്രയും പേരുള്ള ഈ സംഭവം 8 മാസത്തെ നിർമ്മാണം, എന്നിട്ട് നീറ്റിലിറക്കാൻ നടപടിക്രമങ്ങൾക്കൊക്കെ എളുപ്പമായിട്ട് നടന്നു? എല്ലാം എളുപ്പമായി നടന്നു. വെച്ചാൽ അതായത് പ്രോപ്പർ ചാനൽ എല്ലാം ക്ലിയർ ആണ്. ഞങ്ങൾ എന്താ സംഭവം വെച്ചാൽ ഇതിനകത്ത് ഇത്തരം ഒരു ബോട്ട് ഇറങ്ങണമെങ്കിൽ നിങ്ങൾ പ്ലാൻ ഉണ്ടാക്കി നിർമ്മിച്ചു. മറ്റ് നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ്? ഞങ്ങൾ കേൾക്കുന്ന ഒരാൾക്ക് നാളെ എൻ്റെ നാട്ടിലൊരു പുഴയുണ്ട്, അവിടെ എനിക്കൊരു ഹൗസ് ബോട്ട് ഇറക്കണം തോന്നിയാൽ അവന് എളുപ്പത്തിൽ പോകാൻ പാകത്തിന് നിങ്ങൾക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ്, ഇത് ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾക്ക് വേണ്ട പേപ്പറുകൾ ഏതെല്ലാം വഴി? അതായത് ഞങ്ങൾ ആദ്യം ഇത് നിർമ്മിക്കുന്നത് തന്നെ ഇതിന്റെ പ്ലാൻ ഉണ്ടാക്കണം. ആ പ്ലാന് പോർട്ട് കൊണ്ടുപോയിട്ട് അപ്ലൈ ചെയ്യണം, അംഗീകാരമാണ്. അതിനുശേഷം ഞങ്ങൾ നിർമ്മാണ പ്രവർത്തനം ഒരു സ്ഥലം കണ്ടെത്തി. അതായത് ഇപ്പം ഈ നമ്മളെ പെർമിറ്റിലെ യാർഡിൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റൂ. ഈ അതായത് പോർട്ട് രജിസ്ട്രേഷൻ ചെയ്ത യാർഡുണ്ട്, അതിൽ മാത്രമേ ഇത് നിർമ്മിക്കാൻ സ്വന്തമായിട്ടല്ലേ വാടകയ്ക്കെടുത്ത്. അപ്പൊ ഇവിടെ ആദ്യമായിട്ട് നിർമ്മിക്കുന്നത് നിങ്ങൾ തന്നെ? അതെ അതെ അതെ. ഞങ്ങളെ വാടകയ്ക്കെടുത്ത യാർഡാണ്. എന്നാലും നിങ്ങളുടെ വാടക നിങ്ങളുടെ ആണല്ലോ, വാടക ഒഴിയുന്നത് വരെ നിങ്ങളുടെ. അപ്പൊ അവിടെ നിങ്ങൾ ഇതിന്റെ നിർമ്മാണം ആരംഭിച്ചു. അതിനിടയിൽ എന്തൊക്കെ രേഖകളാണ് ഇതിന് വേണ്ടി വന്നത്? അതായത് ഞങ്ങൾ അതിന് പിന്നെ രേഖ വേണ്ടല്ല, അത് നമ്മൾ പിന്നെ നിർമ്മിച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ ഇത് പരിശോധിക്കാൻ വേണ്ടി വരും. അപ്പോൾ ഇത് വെള്ളത്തിലിറക്കണം. ഇത് സർവേയർ, പോർട്ടിൽ നിന്ന് തന്നെ പോർട്ട് സർവേയർ ഉണ്ട്. അദ്ദേഹം വന്നിട്ട് ഈ നമ്മളെ ഡ്രോയിങ് പ്രകാരം നിർമ്മിച്ചത് പരിശോധിച്ച ശേഷം അദ്ദേഹം വെള്ളത്തിലിറക്കാൻ വേണ്ടി ലോഞ്ചിങ് സർട്ടിഫിക്കറ്റ് തരും, വെള്ളത്തിലിറക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ബാക്കിയിലെ ഈ കംപ്ലീറ്റ് വർക്ക് നടത്താൻ പറ്റും. അത് സ്പീഡപ്പ് പണിക്ക് തന്നെ ഞങ്ങൾ ഇത് ചെയ്ത കണക്ക് തന്നെ. ഇപ്പം ഇതിൻ്റെ ഈ തൂണുകളെല്ലാം എന്ന് വെച്ചാൽ ഞങ്ങൾ കൊണ്ടുപോയി ചെയ്ത് കംപ്ലീറ്റ് ആലപ്പുഴയിൽ നിന്ന് ചെയ്ത് വെച്ചത്. അത് അല്ല, ഇതാണ് തെങ്ങാണ്. തെങ്ങിലാണ് ഈ മരം. അത് ആലപ്പുഴയിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടെന്നെയാ, ആലപ്പുഴയിൽ നിന്ന്. അങ്ങനെ അത് ഫിറ്റ് ചെയ്തു. എന്നിട്ട് അപ്പോൾ ബാക്കി ഇവിടുത്തെ ആശാരിമാർ, ഇവിടുത്തെ ഒരു പിന്നെ പുരുഷോത്തമൻ ആശാരിൻ്റെ മേസ്ത്രി കംപ്ലീറ്റ് ഇതിൻ്റെ റൂഫിൻ്റെ എല്ലാം. അപ്പോൾ അദ്ദേഹം വന്നിട്ട് ബാക്കി ഇന്റീരിയർ കംപ്ലീറ്റ് ചെയ്യിപ്പിച്ചു. അതിലിടയ്ക്ക് ഇതിന്റെ പേപ്പർ വർക്ക് നമ്മളെല്ലാം ചെയ്തു പോകും. ഇതിന്റെ കൺസ്ട്രക്ഷൻ്റെ ഇത് കൊടുത്തതിന് ശേഷം ഇത് പാസ്സാക്കി രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിന്റെ നിർമ്മാണത്തിന് കംപ്ലീറ്റ് കഴിഞ്ഞ ഒരു കംപ്ലീറ്റ് സർട്ടിഫിക്കറ്റ് അത് കൊടുത്തിട്ട് പോർട്ട് കൊടുത്തിട്ട്, അപ്പോൾ പോർട്ട് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ഞങ്ങളിതിന്റെ സർവേ, അതായത് ഞങ്ങളെ പിന്നെ ഒരു ബോട്ട് ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ 4 ലൈസൻസിൽ ആൾക്കാർ വേണം. ഒരു പിന്നെ സ്രാങ്ക് ഡ്രൈവ് ചെയ്യുന്ന ആള്, പിന്നെ ഒരു എഞ്ചിൻ ഡ്രൈവർ. ഈ സ്രാങ്കും എഞ്ചിൻ ഡ്രൈവറും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഇഞ്ചിൻ ഓപ്പറേറ്റ് ചെയ്യുന്ന ഡ്രൈവറാണ് എഞ്ചിൻ ഡ്രൈവർ പറയാം. സ്രാങ്ക് എന്ന് പറഞ്ഞാൽ മുന്നിൽ വീലോസ് 2 പേര്, രണ്ടല്ല. പിന്നെ ലസ്കർമാർ വേണം, 2 ലസ്കർമാരും വേണം, 4 പേര്. നമ്മളിപ്പം 4 പേര് വേണം. ആ 4 പേര് ലൈസൻസ് സബ്മിറ്റ് ചെയ്യണം നമ്മളിത് പാസ്സാക്കണ്ടെങ്കിൽ. ആ 4 പേര് ലൈസൻസ് ഉള്ളവർ ഇവിടെ ഉണ്ടോ? ഉണ്ട്. അത് 3 പേര് നമ്മൾ ഇവിടെ എടുത്തില്ല തന്നെ, ഇവിടെ പഠിപ്പിച്ചു. അവരെ നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണം, കാരണം അവരുടെ ലേഡീസ് ആണ്. അപ്പോൾ അവർക്ക് മാത്രമല്ല, അവർക്കൊരു ജോലിയും കൂടി ആയല്ലോ ഇതിനകത്ത്. ഞങ്ങളെ കൊണ്ട് ഇപ്പം ശരിക്കും പറയാമെങ്കിൽ ഇപ്പം ഏകദേശം എല്ലാ ബോട്ടിലും കൂടി ഇപ്പോൾ 5-8 പേരുണ്ട്. ഇത് എപ്പോഴാണ് ഇത് ഇറങ്ങിയത്? ഇത് ലോഞ്ച് ചെയ്തത് എപ്പോഴാണ്? ഇത് മാർച്ച് ഈ കമ്മിങ് ഇപ്പം തന്നെ ഈ 2023 24 മാർച്ച്. അത് 15 ദിവസമായാലും. മാർച്ച് 10 മുഹമ്മദ് റിയാസ് സാറാണ് ഇതിന്റെ. ഏപ്രിൽ 20 ഞങ്ങൾ ഇവിടെ എത്തി. അതെ അതെ, ഡ്രാഗൺ ബോട്ട് കാണാൻ. നല്ല അഭിപ്രായം. കാരണം ഈ ഒരു പിന്നെ ആളുകൾക്ക് കാണാൻ പറ്റിയ അത്രയും ഭംഗിയിലെ ബോട്ട് അതായത് ഇന്ത്യയിൽ തന്നെ ഇല്ല ഇങ്ങനത്തെ ഒരു ബോട്ട് കാണാൻ ഭംഗി. മിനിസ്റ്റർ അന്ന് വരാൻ പറ്റില്ല, ഓൺലൈനിൽ ജയരാട്ടന ചെയ്ത് കംപ്ലീറ്റ്. അദ്ദേഹത്തിന് അനുഭവക്കുറിപ്പിൽ ഭയങ്കര രസകരമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നല്ല കരുത്താണ് ഈ സംഭവം. അതെ അതെ. ഇനി അടുത്ത ലക്ഷ്യം എന്താണ്?
ഇല്ല, ഇതിന്റെ പ്രോസസ്സ് ക്ലിയർ ചെയ്യണമെന്നല്ലേ. ഇനി ഇതിന്റെ മുകളിൽ ഇനി ചെയ്യണമെങ്കിൽ വേറെ ഒത്തിരി ഐറ്റംസ് വേണം. അത് ഉണ്ടാവില്ല. അതിന് ഭാവിയിൽ ആലോചിക്കാം. ഇതുവരെയുള്ള ടൂറിസം രംഗത്തെ അനുഭവങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ ഒരു ചിന്തയിൽ വരുമ്പോൾ? കുഴപ്പമില്ല. നമ്മളെ ഒരു എൻ്റെ അഭിപ്രായം വെച്ചാൽ ഞങ്ങളൊരു എയിം ഇട്ടിട്ടുണ്ടെങ്കിൽ ആ ലക്ഷ്യത്തിലേക്ക് എത്തണ്ടെങ്കിൽ നമ്മൾ അധ്വാനിക്കുന്നേ വേണം. നമ്മുടെ ഈ മലബാറിലെ വടക്കേ മലബാറിലത്തെ ടൂറിസത്തിന്റെ ഭാവി എന്താണ്? നല്ല ഭാവിയാണ്. പക്ഷെ എന്താ സംഭവം എന്ന് വെച്ചാൽ ആളുകൾ എത്തിപ്പെടുന്നില്ല. അതാണ് ഇതിന്റെ പ്രശ്നം. ഞങ്ങൾ എത്തിപ്പെടാൻ വേണ്ടി ഞങ്ങൾ പരിശ്രമിക്കുന്നില്ല. ഇപ്പോഴും ആളുകൾ പോകുന്നത് ആലപ്പുഴയും മറ്റേ എന്നാണ്ട് കുമരകത്താണ് പോകുന്നത്. അവിടെ നിന്ന് നീറ്റ് വെള്ളമല്ലേ. ഇവിടെ വെച്ചാൽ വെള്ളം നല്ല വെള്ളമല്ലേ, പുഴകൾ ഇറങ്ങി കയറുന്ന വെള്ളമുണ്ട്, നല്ല നീറ്റ് വെള്ളം, ഫ്രഷ് വാട്ടറാണ്. അപ്പോൾ ആളുകൾ ഇങ്ങോട്ട് ആകർഷിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെ ഒന്നാമത് ഉത്തരവാദിത്തപ്പെട്ടവർ കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം. കുറച്ചും കൂടി അല്ല, അതിനും കൂടെ ഞങ്ങളും കൂടി ഇമ്പ്രൂവ് ചെയ്യണം. പൊതുസമൂഹത്തിന്റെ പൊതുവെയുള്ള സപ്പോർട്ട് എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. ഇവിടെ മുനിസിപ്പാലിറ്റി ആണല്ലോ, അവരുടെയൊക്കെ ഒരു നല്ല അപ്രോച്ചാണ്. പൊതുവെ ഉദ്യോഗസ്ഥരിൽ നിന്നൊക്കെ നല്ല അപ്രോച്ചാണ്. പിന്നെ എന്താണ് കുടുംബം? അപ്പം നിങ്ങൾ ജനന അച്ഛനും അമ്മേനും ചോദിച്ചല്ലോ, ഭാര്യ മക്കളൊക്കെ ഇറങ്ങുന്ന നിങ്ങളുടെ കുടുംബത്തെ, ഭാര്യയുടെ പേര് സിത്താര. എവിടെയാ അവര്? പയ്യന്നൂര്. എന്ത് ചെയ്യുന്നു? ഇപ്പൊ ഒന്നുമില്ല, ബികോം കഴിഞ്ഞിട്ട് ഇപ്പൊ വീട്ടിൽ മുന്നേ ഞാൻ കഴിക്കുമ്പോൾ എന്റെ വീട്ടിൽ വെറുതെ ഇരിക്കുന്നു. വെറുതെ ഇരിക്കണം. എന്തുകൊണ്ടാണ് ഈ മേഖലയിലേക്ക് വരാത്തത്? അല്ല, അവർക്കും താല്പര്യമില്ല. ഇപ്പൊ താല്പര്യമില്ല. പിന്നെ മകൻ വെച്ചാൽ ഇപ്പം ഡിഗ്രി കഴിഞ്ഞിട്ട് പിന്നെ പോസ്റ്റ്. വൈഫിന്റെ പേരെന്താ പറഞ്ഞത്? സിത്താര. മകന്റെ പേര് ആകാശ്, രണ്ടാമത്തെ ആദർശ്. ഇപ്പൊ മക്കൾ എന്ത് ചെയ്യുന്നു? മൂത്താളുടെ ഡിഗ്രി കഴിഞ്ഞിട്ട് ഒരു കോഴ്സ് ഉണ്ട്, അത് ഡിജിറ്റൽ, പിന്നെ എവിടെയാണ് പഠിക്കുന്നത്? ബാംഗ്ലൂരാണ്. അത് കഴിഞ്ഞ് ആ കോഴ്സിൻ്റെ ബാക്കി ഭാഗം ജർമ്മനിയിലാണ്, അവർ പോണത്രേ. മറ്റാള് +1 ഇപ്പം പരീക്ഷ എഴുതി പാസ്സായാൽ +2. ഈ ഇത്രയും കാലത്തെ അനുഭവത്തിൽ ജീവിതം എങ്ങനെയാണ് വിലയിരുത്തുന്നത്? അങ്ങനെ ഒരു പ്രത്യേകതയൊന്നുമില്ല. കാരണം വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, എന്ന് വെച്ചാൽ ഞങ്ങൾക്കൊരു ലക്ഷ്യം ഉണ്ടെങ്കിൽ ആ ലക്ഷ്യത്തിലെത്താൻ വേണ്ടിയിട്ട് പ്രയത്നിക്കുക. അതിപ്പോൾ എല്ലാവരും, ഞാൻ മാത്രമല്ല, ഉറപ്പ് ഷുവർ. അതല്ല, ഞങ്ങൾ വിചാരിച്ച് നടക്കാത്ത പ്രശ്നമില്ലല്ലോ. കാരണം വെച്ചാൽ നമ്മളൊരു എയിമിലേക്ക് എത്തണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം വന്നു ചേരും. എൻ്റെ അനുഭവം അങ്ങനെയാണ്. ഞാനിപ്പോൾ ഇത് തുടങ്ങുമ്പോൾ തന്നെ ഈ ഫണ്ട് കണ്ടിട്ടില്ല തുടങ്ങിയത്. ചെറിയൊരു 10 ലക്ഷം റുപ്യ 12 ലക്ഷം റുപ്യ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അന്നിട്ട് തുടങ്ങിയതായി. അപ്പോൾ അത് ഉറപ്പാണ്, നമ്മൾ വിചാരിച്ചാൽ നമ്മൾ ഏത് മേഖലയിലും നമുക്ക് വിൻ ചെയ്യാൻ പറ്റും. എന്നെങ്കിൽ എവിടെ ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ എൻ്റെ വീട് വരെ വിൽപ്പനക്ക് വെച്ചിട്ട് നടത്തുന്ന ഉദ്ദേശിച്ചു ഈ വോട്ട് ഇറക്കിയത്. അപ്പോൾ KV ബിജുവിനെ നിങ്ങൾ കൃത്യം നമ്മളെ സക്സസ് സ്റ്റോറിയിൽ എങ്ങനെ ഒരാൾ സക്സസ് ആകുമെന്ന് ഓരോ എപ്പിസോഡിലൂടെയും നമ്മൾ പറഞ്ഞു തരാം. കൃത്യമായ ബോധ്യത്തോടു കൂടിയുള്ള യാത്രയായിരുന്നു. അദ്ദേഹം പറഞ്ഞു കേട്ടല്ലോ, കടത്തുകാരൻ്റെ കടത്തു തോണിയിൽ ആളെ കയറ്റി ഒടുവിൽ ഒരു സ്പീഡ് ബോട്ട് ഇറക്കി. പിന്നെ അറിയാലോ, ഇതിൻ്റെ ലൈസൻസിന് വേണ്ടി കൊച്ചിക്കായലിൽ നീന്തി കണ്ണൂർ ജില്ലയിൽ ആദ്യമായി സ്പീഡ് ബോട്ട് ഇറക്കുക, ഹൗസ് ബോട്ട് ഇറക്കുക, പിന്നെ ചൈന മാതൃകയിൽ ഇന്ത്യയിൽ ആദ്യമായി ഡ്രാഗൺ ബോട്ട് ഇറക്കുക. ഈ ബോട്ടുകളുടെ നിർമ്മാണമൊക്കെ കണ്ണൂർ ജില്ലയിൽ തന്നെ നടത്തുക. ഡ്രാഗൺ ബോട്ട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ സ്വന്തം വീടും പറമ്പും വിൽക്കാൻ വരെ മനസ്സുകൊണ്ട് തീരുമാനിക്കുക. അപ്പോൾ നിശ്ചയദാർഢ്യമുണ്ടെങ്കിൽ ഏത് നിലക്കും മനുഷ്യർക്ക് വളരാം എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ബിജുവിൻ്റെ ജീവിതത്തിലൂടെ യാത്ര. ടൂറിസം രംഗമാണ് ഇനി കേരളത്തിൻ്റെ ഭാവി. ആ ഭാവിയിലേക്ക് വരുന്ന പുതിയ തലമുറയ്ക്ക് ഒരു മുതൽക്കൂട്ടാണ്. നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു പാഠപുസ്തകമാണ് ബിജു എന്ന കാര്യത്തിൽ സംശയമില്ല. ടൂറിസം രംഗത്ത് ഇത് ഒരു മാതൃകയാകട്ടെ. സക്സസ് സ്റ്റോറിയുടെ എപ്പിസോഡ് അതിന് ഗുണം ചെയ്യട്ടെ എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് വേണ്ടി ചിലവഴിച്ച ബിജുവിനും ഡ്രാഗൺ ബോട്ടിലെ ക്രൂവിനും നന്ദി, നമസ്കാരം.